അൺമാസ്കിംഗ് അനോമലീസ് ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷാനു, റൈഹാൻ, അസർ എന്നിവരാണ്. നമ്മിന്ന് ചർച്ച ചെയ്യുന്നത് ഹെയ്റ്റ്യൂബറും അതേപോലെ പ്രമുഖ വെറുപ്പ് ഉൽപ്പാദകനും സർവോപരി നുണയനുമായ ആരിഫ് കഴിഞ്ഞ ആഴ്ച ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണറിൽ പോയി വിവരമുള്ള ആളുകളുമായി സംവദിച്ച് പിന്നെ വിശുദ്ധ ഖുറാനെതിരെ കളവ് പറഞ്ഞു. ആ കളവ് കയ്യോടെ പിടിക്കപ്പെട്ടു. ഖുറാനിൽ ആയത്തുണ്ട്. പിന്നെ തൻ്റെ വാദം സമർത്ഥിക്കാൻ സ്വന്തം മകളെ കെട്ടാൻ ഖുറാനിൽ ആയത്തുണ്ട് എന്ന് കളവ് പറയുകയും ആയത്ത് എവിടെ എന്ന് ചോദിച്ച് നിലം തൊടാതെ ഓടുകയും ചെയ്തൊരു സംഭവം എല്ലാവരും കണ്ടു. കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കേരളം മാത്രമല്ല, കേരളത്തിനപ്പുറത്തും ഇത് ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവിടെ വെച്ചിട്ട് അയാൾ തന്നെ അടുത്ത വ്യാഴാഴ്ച നടക്കുന്ന ഓൺലൈൻ സംവാദത്തിൽ ഞാൻ വരാമെന്നും അവിടെ ആയത്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞു. ആദ്യം പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോയിൽ ആയത്തിടാം, പിന്നെ പറഞ്ഞു ഓൺലൈനിൽ സംവാദത്തിന് ഞാൻ വരാമെന്ന് ഏൽക്കുകയും ഒക്കെ ചെയ്തു. 6 മണിക്കൂറോളം അവർ പിന്നെ ദാബ വൈസ് ടീം UK കാത്തിരുന്നു. ആരിഫ് വന്നില്ല, വീണ്ടും മുങ്ങി. അതിനുശേഷം അവൻ പെട്ടിയും കെട്ടി നാട്ടിലോട്ട് പോയി. അവന് ഡാമേജ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പെട്ടി ഇപ്പോൾ തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഇന്നവർ ആയത്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു പുതിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അതൊരു ആയത്തില്ല. ചിലർ സഹായിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. അതെ, ഒരുപാട് വീഡിയോകൾ ഇറക്കുന്നുണ്ട്, ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്, പക്ഷെ ആയത്ത് മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ പെട്ടിയിൽ ഒരുപാട് തപ്പാൻ തുടങ്ങിയതാണ്, ഇതുവരെ തപ്പിയിട്ട് തീർന്നിട്ടില്ല. ആ പെട്ടിയിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. പെട്ടി തുറന്നപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വീഡിയോ ചെയ്യാൻ പറ്റും. ഒരുപാട് മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര വന്നിട്ടുണ്ട്, പക്ഷേ ആയത്ത് മാത്രമല്ല. അപ്പം ആ ഹെയ്റ്റ്യൂബറോട് നുണയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആയത്ത് എവിടെ? അല്ല, അത് മാത്രമല്ല, ആയത്ത് കൊണ്ടുവന്നില്ല എന്നുള്ളതിന് നിങ്ങൾ മാപ്പും പറഞ്ഞോ? അതായത് നിങ്ങൾ ചെയ്ത് തെറ്റായിരുന്നു എന്നുള്ളത്, മുസ്ലിങ്ങളെ തെറ്റായി റെപ്രസെൻ്റ് ചെയ്തു എന്നുള്ളതിന് മാപ്പും പറഞ്ഞോ? ഇതൊരു ചോദ്യമാണ്. അതെ മാപ്പ് പറയാമെന്ന് പറഞ്ഞാണ്. മാപ്പ് പറയുന്നുണ്ട് തോന്നുന്നില്ല. അവസാനം അവനെന്തും ചെയ്യും. വീഡിയോയുടെ ഇടയ്ക്ക് 1-2 ആയത്ത് തോന്നി. ആ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് കൂടെ നോക്കണുണ്ട്. അതിൽ ഈ പറഞ്ഞ ആശയം വരുന്നുണ്ടോന്നും കൂടെ നമുക്ക് പരിശോധിക്കാം. നമുക്ക് അവനെ ഈയിടെ പിന്നെ അവൻ്റെ വെളുപ്പിക്കാനായിട്ട് പിന്നെ എന്താണ് പുട്ടിയടിക്കാൻ, അവരുടെ ഭാഷ പുട്ടിയടിക്കാനായിട്ട് അവൻ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ അത് അധികം നോൺസെൻസ് ആണ്. നമുക്ക് ചില ഭാഗങ്ങൾ മറുപടി പറയണമെന്ന് തോന്നിയ ചില ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരിഫിനെ വെളുപ്പിക്കാൻ വേണ്ടി വേറെ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു നുണയനായിട്ടുള്ള ജബ്ബാർ, നുണയന് കഞ്ഞിവെച്ചനായിട്ടുള്ള അല്ലെങ്കിൽ നുണയന്മാരുടെ നേതാവായിട്ടുള്ള ജബ്ബാർ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് ആരിഫ് പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ സമർത്ഥിക്കാൻ, ആരിഫിന് ഈ സ്ഥലം മാറിപ്പോയിട്ടേ ഉള്ളൂ, ബാക്കിക്ക് ആരിഫ് പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് കാണാം. അയാൾ ലണ്ടനിൽ പോയി വിവരക്കേട് പറഞ്ഞത് പ്രതിസന്ധിയായി എന്നതല്ല ഇപ്പോൾ എൻ്റെ വിഷയം. അതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടുന്ന മതവിമർശകരെല്ലാം സമാനമായി നുണ പറയുന്നവരും സംഘികളുമാണ് എന്ന മട്ടിൽ ഇസ്ലാം സംരക്ഷകർ ആർത്തുല്ലസിക്കുന്നത് കണ്ടപ്പോൾ സാന്ദർഭികമായി ഇസ്ലാമിലുള്ള ഒരു വൃത്തികേട് പുറത്തോട്ട് വിട്ടു എന്നേ ഉള്ളൂ. അതിൻ്റെ ഫലം ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾ തന്നെ അതിൻ്റെ പേരിൽ തമ്മിൽ വിഴുപ്പലക്കുന്നുണ്ട് എന്നതാണല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനടക്കമുള്ള യുക്തിവാദികൾ സമാനമായ രീതിയിൽ കളവ് പറയുന്നതാണ്. ആക്ച്വലി സമാനമായ രീതിയിലല്ല ജബ്ബാർ അതിനേക്കാൾ നന്നായിട്ട് കളവ് പറയുന്നവരാണ്. ആരിഫ് ഓടിയതിനേക്കാൾ വലിയ ഓട്ടം ജബ്ബാർ ഓടിയിട്ടുമുണ്ട്. ഇപ്പം MM അക്ബറുമായുള്ള സംവാദത്തിൽ അബ്ദുള്ള ബാസിൽ സി പി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഖുർആന്റെ ആയത്ത് കട്ടുമുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ പച്ചക്കള്ളം പറഞ്ഞത് പച്ചക്ക് പിടികൂടുകയും അവിടുന്ന് ഉത്തരം പറ്റാതിരിക്കുകയും ചെയ്തു. നോക്കിയിട്ട് പഠിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. പേര് അബ്ദുള്ള ബാസിലിനാണ്. ജബ്ബാർ മാഷിനോടാണ് എൻ്റെ ചോദ്യം. ജബ്ബാർ മാഷ് ഈ വിഷയത്തിൽ, സംവാദ വിഷയത്തിൽ തന്നെ മുമ്പ് നടത്തിയിട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ജബ്ബാർ മാഷിൻ്റെ ഖുർആനിൽ ശാസ്ത്ര സൂചനകളോ എന്നുള്ള ഒരു ലേഖനം, അതിൽ അദ്ദേഹം ഒരു ഖുർആൻ വാചകം ഉദ്ധരിക്കുന്നുണ്ട്. ഖുർആനിലെ 5-ാം അധ്യായം 101-ാമത്തെ വചനമാണ് ഉദ്ധരിക്കുന്നത്. അതിൻ്റെ അറബി ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കൊടുക്കുന്നത്: എ ഹൂ യു ബിലീവ് ആസ് നോട്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് തിങ്സ് വിച്ച് ഈസ് മെയ്ഡ് പ്ലെയിൻ ടു യു മേ കോസ് യു ട്രബിൾ. എന്നിട്ട് 3 കുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കൊടുക്കുന്നത് സം പീപ്പിൾ ബിഫോർ യു ആസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൺ ദാറ്റ് അക്കൗണ്ട് ലോസ് ദേ ഫെയ്ത്ത്. എന്നിട്ട് പറയുന്നത് മനസ്സിലായില്ലേ, ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫിറുകളായി തീരുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ്. അതായത് ഖുർആൻ ചോദ്യം ചോദിക്കുന്നതിനെയും അന്വേഷണാത്മകതയും എല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്. ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതിന് 5-ാം അധ്യായം 101-ാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ് മാഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ മാഷ് ഒരു 3 കുത്തിട്ട ഭാഗത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടില്ല. അവിടെ നമ്മൾ ആ ആയത്ത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ളത്
ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതായത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതായത് ചോദ്യം ചോദിക്കണം. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കണം, അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ആയത്ത് അതിൽ ഇടഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് അവിടെ 3 കുട്ട് മാത്രം ഇട്ടുകൊണ്ട് കണ്ടോ, ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല, അന്വേഷണാത്മകത തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളത്. ആ ഏതെങ്കിലും 2 ആയത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഉദ്ധരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരേ ആയത്തിൻ്റെ തന്നെ അർത്ഥം കൊടുക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം വിട്ടുകളഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അത് വളരെ ഒരു തട്ടിപ്പ് എന്ന് വിളിക്കാൻ പാടുണ്ടോയെന്ന് അറിയില്ല. അത് വളരെ മോശം പരിപാടിയല്ല. നമ്മളൊരു ഗ്രന്ഥത്തെയോ ഒരു ദർശനത്തെയോ വിമർശിക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ മോശമായൊരു കാര്യമല്ല. ഇതിനെങ്കിലും ഒരു നേരിട്ടുള്ള ഉത്തരം, നേരത്തെ ലിമിറ്റേഷൻ ഓഫ് സയൻസിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്, പക്ഷെ വേറെന്തോ ആണ് മാഷ് മറുപടി പറഞ്ഞത്. ഈ വിഷയത്തിലെങ്കിലും എന്തിനാണ് 5-ാം അധ്യായം 101-ാമത്തെ ആയത്ത് അർത്ഥം കൊടുത്തപ്പോൾ നടുഭാഗം കട്ട് ചെയ്തുകൊണ്ട് അർത്ഥം കൊടുത്തത്? ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മോശമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ഏത് ലേഖനത്തിലാണ് ഏത് പുസ്തകത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് പരിശോധിക്കണം. അങ്ങനെ കട്ട് ചെയ്ത് തട്ടിപ്പ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഖുർആനിൽ നിങ്ങൾ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന ഒരു വാചകം ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതിനൊരു കഥയുമുണ്ട്. അത് ഹലാലയും ഹറാമായും കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് കൂടുതൽ ഹലാലുകളും കൂടുതൽ ഹറാമുകളും ഉണ്ടാക്കുന്നതിന് ഇടവരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വ്യാഖ്യാനമൊക്കെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഏത് വാക്യത്തിൽ, ഏത് പുസ്തകത്തിലാണ്, ഏത് ലേഖനത്തിലാണ് അങ്ങനെ തട്ടിപ്പ് കാണിച്ച് കുത്തിട്ടത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് പരിശോധിച്ചിട്ട് പറയാം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് നടന്ന അയ്യൂബ് മൗലവിയുടെ, അടുത്തല്ല കുറച്ചായിട്ടുണ്ട് എന്നാലും അതുമായി താരതമ്യേന അടുത്ത് നടന്ന അയ്യൂബ് മൗലവിയുമായിട്ടുള്ള സംവാദത്തിൽ അതേ ചോദ്യം ആവർത്തിക്കുകയും പഠിച്ച കാര്യമൊന്ന് ചോദിക്കുകയും ചെയ്യുകയും എന്നെ ഈ ചോദ്യം ചോദിച്ച് പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് വിശദമായ ഒരു മറുപടി 1, 2, 3 പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വാദങ്ങൾക്കുമെല്ലാമുള്ള എൻ്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. യൂട്യൂബിൽ ഇനി പിന്നെ മറുപടി പറയുകയാണെങ്കിൽ പിന്നെ സംവാദത്തിന് പ്രസക്തി ഒന്നുമില്ല, ഇവിടെ വെച്ച് പറയണം. അത് 2 മണിക്കൂറല്ല, അൽ കലാമുൽ മജീസ് ചുരുക്കി പറയലാണ്. ഇവിടെ ഞാൻ പറഞ്ഞ വാദങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഞാൻ പറയുന്ന പറഞ്ഞാൽ പിന്നെ അതിന് വലിയ അർത്ഥമൊന്നുമില്ല, ഇവിടെ പറയണം. അത് രസമാണ്. സെയിം കാര്യമാണ് അന്ന് അയ്യൂബ് മൗലവി പിടിച്ചപ്പം ഇവിടെ ആരിഫ് പറഞ്ഞ അതേ കാര്യം. അതായത് ആരിഫിനോട് ഇവിടെ തെളിവ് ചോദിച്ച സമയത്ത് നാടൻ കെട്ട് ഞാൻ എന്ത് ചെയ്യാം, ഓൺലൈനിൽ പോയി യൂട്യൂബിൽ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതേ മറുപടി തന്നെയാണ് ഇ എ ജബ്ബാറും അവിടെ പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത്, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ചെയ്ത് മറുപടി പറഞ്ഞോളാം എന്നാണ്. അത് മാത്രമല്ല, എനിക്കൊന്നേ ഇവർ ആരാണ് ഏറ്റവും വലിയ നുണയൻ എന്ന കാര്യത്തിൽ മത്സരിക്കാൻ സംശയമാണ്. ഞാനാണ്, നീയല്ല ആരിഫല്ല നുണ പറയുന്നത്, ഞാനാണ് ഏറ്റവും വലിയ നുണ പറയുന്നത് എന്നുള്ള ഒരു അല്ല, മൂപ്പര് പറഞ്ഞല്ല ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നുണ പറയുന്നവരാണെന്നുള്ളൊരു ഒരു ധ്വനി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ ധ്വനിയാണോ അതോ യഥാർത്ഥത്തിലുള്ളൊരു സംഗതിയാണോ? അതേപോലെ തന്നെ സംവാദത്തിൽ പരാജയപ്പെട്ട സമയത്ത് എന്താണ് പരാജയപ്പെട്ടത് ഞാനാണെങ്കിലും ആത്യന്തികമായി പരാജയപ്പെട്ടത് ഇസ്ലാമാണ്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ ആരിഫും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇസ്ലാം മൂട്ടിലൂടെയൊക്കെയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും, എന്താണ് രവിചന്ദ്രൻ പറഞ്ഞൊരു സംഖ്യ വർത്തമാനമാണ് എന്ത്, മുസ്ലിങ്ങളിൽ കുറച്ച് ആളുകൾ മാത്രമേ തീവ്രവാദികൾ ഉണ്ടാവുള്ളൂ, ബാക്കി ആളുകളെല്ലാം ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്, ഗോൾ അടിക്കുന്ന ആൾ ഒരാളെന്നുള്ളത്. ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്ലാം ഇത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സോക്കോൾഡ് വളരെ കുറച്ച് വരുന്ന ഭീകരവാദികൾ ഇത് ചെയ്യുന്നത്. ഇസ്ലാം ഒരു ടീം പോലെയാണ്, ഒരു ഫുട്ബോൾ ടീം എന്നൊക്കെ പറയുന്നത്. ഗോളടിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് പന്തെത്തിക്കണം, ഗോളി ഉൾപ്പെടെ അതിന് ഇൻവോൾവ് ആണ്. ഗോളിയും ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡും ഫോർവേഡ്സും മാത്രമല്ല, കളി കണ്ടുകൊണ്ട് വമ്പൻ ആരവത്തോടു കൂടി ഈ കളിക്കാരെ പിന്തുണയ്ക്കുന്ന ആ ഗ്യാലറി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ കരുത്ത്. ഇതിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്.
അപ്പോൾ ഇതേ സംഘി വർത്തമാനവും ഈ പറയുന്ന എ ജബ്ബാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഘികൾ പറയുന്നതെല്ലാം പറയുകയും അവർ പറയുന്നത് പോലെ പച്ചക്കള്ളം ഉളുപ്പില്ലാതെ പറയുകയും പിടിക്കപ്പെടുമ്പോൾ ഓടുകയും ഒക്കെ എ ജബ്ബാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ആരിഫിന് മാത്രമുള്ളതാന്ന് പറയണ്ട, വളരെ കൃത്യമായി ഇത് ധ്വനി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് ആരിഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എ ജബ്ബാർ ഇങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. എ ജബ്ബാർ തന്നെ ചെയ്തിട്ടുണ്ട്, എ ജബ്ബാർ തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എ ജബ്ബാർ തന്നെ ഓടിയിട്ടുണ്ട്. എ ജബ്ബാറിനെ കണ്ട് പഠിക്കുക ചെയ്തിട്ടുള്ളത്. അതെ, ശരിക്കും പറഞ്ഞാൽ എ ജബ്ബാറിനെ കണ്ട് പഠിക്കുക മാത്രമാണ് ഈ പറയുന്ന ആരിഫ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വീഡിയോയിലും എ ജബ്ബാറിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ആരിഫ് പഠിക്കുന്നത്, നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. The Quran says, wait. Surah 4. Surah 4. Listen to this. Listen to this. Surah 4, verse 23. Verse 23. I want you to hear this verse. We will continue this. No. I want you to hear this verse. I want you to hear this verse. I want to see your deflection tactics. No. I want you to hear this verse. I want you to hear this verse. I want you. Just one verse. Just one verse. The Quran. എന്ന് മാത്രമല്ല ഇപ്പോൾ ടി ടെസ്റ്റ് ഉണ്ടല്ലോ, ഇതിലും ആൾ പച്ചക്കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വിശദീകരിക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കോ. ഇസ്ലാമിലുള്ള ഒരു വൃത്തികേട് പുറത്തിട്ട് എന്നേ ഉള്ളൂ. അതിൻ്റെ ഫലം ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾ തന്നെ അതിൻ്റെ പേരിൽ തമ്മിൽ വീട് പൽക്കുന്നു എന്നതാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിലുള്ള ഒരു വൃത്തികേട് പുറത്തിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിലുള്ള വൃത്തികേടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് പച്ചക്കള്ളമാണ്. ഇസ്ലാമിലുള്ളതാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പച്ചക്കളവാണ്. ഇസ്ലാമിൻ്റെ പ്രമാണം എന്താണെന്ന് അറിയാമെങ്കിൽ ഇത് പച്ചക്കള്ളമാണ്, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായും രണ്ടുപേരും ഒരേ കള്ളം പറയുന്നത് കൊണ്ട് തന്നെ രണ്ട് കള്ളന്മാർക്കും ഒരുമിച്ച് മറുപടി കൊടുക്കാം. നമുക്ക് ആരിഫിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അല്ല, യഥാർത്ഥത്തിൽ ആരിഫിന്റെ വിഴുപ്പാണ് എ ജബ്ബാർ അലക്ക്. അതിൽ രസം തറച്ചോ, ആ എ ജബ്ബാർ ഇട്ട ആ പോസ്റ്റ് തന്നെ മൗദൂദിന് തഫ്സീർ ഇട്ടതിൽ അത് പറയുന്നുണ്ട് എനിക്ക് അസഹ്യമാണ് എന്ന് മൗദൂദിന്റെ അഭിപ്രായമായിട്ട് പറയുന്നുണ്ട്. രണ്ട് കള്ളന്മാർ ഒരേ കാര്യം പറയുന്നുണ്ട്, കള്ളം പറയുന്നതുകൊണ്ട് തീർച്ചയായും. നമുക്ക് പിന്നെ ആരിഫ് പെട്ടി തുറന്നു, ആരിഫല്ല പിന്നെ നുണയൻ പെട്ടി തുറന്നപ്പോൾ കിട്ടിയ ആന മണ്ടത്തരങ്ങൾ പിന്നെ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അവൻ്റെ പെട്ടി തുറന്നപ്പോഴുള്ള ആദ്യത്തെ ആ ഒരു ക്ലിപ്പ് ഒന്ന് നോക്കാം. അല്ല, പെട്ടി തുറന്നിട്ട് കണ്ട കാര്യം എന്താണെന്നുള്ളത് പോലും കറക്റ്റായിട്ട് ആയത്തൊഴികെ ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം, ഓരോന്നോരോന്ന് എടുത്തു. ആയത്തുണ്ട്, പെട്ടിയിലിരിപ്പുണ്ട്. അതാണിത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതൊരു സാധനം. പെൺമക്കളുടെ വിധിയിൽ പൗത്രിയും ദൗഹിത്രിയും ഉൾപ്പെടുന്നു. എന്നാൽ അസാൻമാർഗിക ബന്ധത്തിലുണ്ടായ മകളെ സംബന്ധിച്ച വിധിയിൽ തർക്കമുണ്ട്. അബൂ ഹനീഫ, മാലിക്, അഹ്മദ് ബിൻ ഹംബൽ എന്നീ ഇമാമുകളുടെ അഭിപ്രായത്തിൽ അവളും ന്യായബന്ധത്തിലുണ്ടായ മകളെ പോലെ ഹറാമാണ്. ഇമാം ഷാഫി പറയുന്നു അവൾ വിവാഹ നിഷിദ്ധകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ലെന്ന്. എന്നാൽ സ്വന്തം ബീജത്തിലുണ്ടായതെന്നറിയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുക അനുവദനീയമാണെന്ന് വിഭാവന ചെയ്യുന്നത് പോലും ശുദ്ധ പ്രകൃതിക്ക് അസഹ്യമാണ് എന്ന് എവിടെയാണ് മൗദൂദിയുടെ തഫ്സീർ 4:23 സൂറത്തു നിസ അതിൽ 20 അല്ല മൂപ്പര് ഉദ്ധരിച്ച ആയത്ത് 4:23 4:23 ഇതൊന്നുമില്ല. ആയത്തല്ലോ അത് ഉറപ്പിച്ച് ആയത്തെന്ന് പറഞ്ഞു. ആയത്തിൽ എന്താ പറഞ്ഞതെന്ന് വായിച്ചു നോക്കണം. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃസഹോദരിമാർ, മാതൃസഹോദരിമാർ, സഹോദരപുത്രിമാർ, സഹോദരിപുത്രിമാർ, നിങ്ങളുടെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്താണോ വാദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ്. തുടക്കത്തിൽ നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ നിഷിദ്ധമാണെന്നാണ് പറയുന്നത്. ഇതെന്താ സംഗതി അറിയാം, ആരിഫിൻ്റെ കുറേ അനുയായികളുണ്ട്. നമുക്കറിയാം ആരാണ്, ഏത് കാറ്റഗറിയുള്ള ആൾക്കാരാണ്. അവർക്ക് ഈ ഖുർആൻ എന്താണ്, തഫ്സീർ എന്താണ്, പിന്നെ മദ്ഹബ് എന്താണ്, ഫത്വൽ മുഈൻ ഇതൊന്നും അറിയില്ല. അപ്പോൾ ഏടെങ്കിലും ഉണ്ടോയെന്ന് കാണിച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അതിനു വേണ്ടി മാത്രമായിട്ടാണ്. ഇത് ഖുർആനല്ല. ആരിഫ് നുണയൻ പറഞ്ഞത് ഖുർആനല്ല എന്ന് വ്യക്തമാണ്. ഇനി ഖുർആൻ ആയത്തിന് എപ്പം പൊട്ടിക്കുന്ന പറഞ്ഞ് പെട്ടി പൊളിച്ചപ്പം കിട്ടിയ ആയത്തല്ല, അതൊരു തഫ്സീർ മാത്രമാണ്. തഫ്സീറിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു കാര്യമാണ് എനിക്കും പറയാനുള്ളത്. അതായത് മൗദൂദിയെ നമ്മളിവിടെ പറയുമ്പോൾ സാധാരണ ഇപ്പോൾ ഷാഫി മദ്ഹബ് അല്ലെങ്കിൽ ഫത്വൽ മുഈനൊക്കെ എടുക്കുമ്പോൾ സാധാരണ ഇവിടുത്തെ വിശുദ്ധം ജിഹാദികൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ മൗദൂദികളൊക്കെ എന്താ ചെയ്യുക, അത് സുന്നികൾ അല്ലെങ്കിലും അങ്ങനെയാണ്. അവരങ്ങനത്തെ പല തേർഡ് റൈറ്റ് സാധനങ്ങളും ഈ ഫത്വൽ മുഈനിലൊക്കെ ഉണ്ട് എന്ന് പറയും. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈ കുട്ടികളെ, മാനസിക രോഗമുള്ള ആളുകളെ, കിടപ്പിലായ രോഗികളായിട്ടുള്ള ആളുകളെ, ശവത്തെ, മൃഗത്തെ ഇതൊക്കെ ഭോഗിച്ചു കഴിഞ്ഞാൽ, ഇവരെയൊക്കെ ഭോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഒന്നു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് കുളിച്ചാൽ മതി എന്ന് ദിയോബന്ദ് മദ്രസയിൽ ദാറുൽ ഉലൂമിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അവരുടെ ഫത്വ കൊടുക്കുന്ന സാധനത്തിൽ എഴുതി വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെന്താ പറയുക, നമ്മളതിനെ തള്ളി. ബഹസ്തി സബർ എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിൽ ഈ സാധനം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ബഹസ്തി സബർ നമ്മൾ തള്ളി. ഇതല്ലേ നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ളതൊക്കെ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ
ഈ പറയുന്ന സാധനം മൗദൂദി നിങ്ങളുടെ സ്വന്തം ആൾ തന്നെ പറഞ്ഞു വെക്കുന്നു, ഇത് കോട്ട് ചെയ്യുന്നു എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, ഇതിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഷാഫി ഇമാമ് എന്നെ നമ്മൾ തള്ളുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞ കള്ളം. എന്നിട്ട് രസം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ മുജാഹിദുകളാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു വിശുദ്ധ മുജാഹിദുകൾ എങ്ങനെ മൗദൂദിയെ തള്ളുക എന്നുള്ളത്. ഇതിലും വലിയ മണ്ടത്തരം എന്താണെന്ന് എനിക്കറിയില്ല. വിശുദ്ധ മുജാഹിദും മൗദൂദിയും തമ്മിൽ എന്താ ബന്ധം? വിശുദ്ധ മുജാഹിദുകൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഷാഫി ഇമാമും അതേപോലെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും ഒക്കെ തന്നെ. എന്നാൽ അതേ സമയത്ത് വിശുദ്ധ മുജാഹിദുകൾ പല രീതിയിലും എതിർപ്പ് ഉള്ള പണ്ഡിതനാണ് ഈ പറയുന്ന മൗദൂദി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൗദൂദിയെ ഉദ്ധരിച്ചിട്ട് എന്താണ് കാര്യം? കാരണം ഷാഫി ഇമാമിനെയും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ ഉദ്ധരിച്ചിട്ട് കാര്യമില്ല എങ്കിൽ അവർ അംഗീകരിക്കാത്ത പണ്ഡിതനെ ഉദ്ധരിച്ചിട്ട്, കാരണം വിശുദ്ധ മുജാഹിദുകളും മൗദൂദിയും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് പോലും മനസ്സിലാക്കാനുള്ള വിവരം ഈ പാവകൾക്കില്ല എന്നുള്ളതാണ്. അതൊന്നാമത്തെ മണ്ടത്തരം. രണ്ടാമത്തെ മണ്ടത്തരം, നിങ്ങൾ മൗദൂദി ഇങ്ങനെ തള്ളിപ്പറയാന്ന്. ഇവിടെ മൗദൂദി തള്ളിപ്പറയേണ്ട, മൗദൂദി പറയുന്നത് ശരിയല്ല, അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് അംഗീകരിക്കുക എന്ന ഐഡിയ തന്നെ എന്താണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തതാണ്, അത് അനുവദനീയമാണെന്നുള്ള കാര്യം തന്നെ എന്നാണ് മൗദൂദി പറയുന്നത്. അപ്പൊ മൗദൂദി അംഗീകരിക്കുന്ന ഒരാൾക്കും പ്രശ്നമല്ല, മൗദൂദി അംഗീകരിക്കാത്ത ആൾക്കും പ്രശ്നമല്ല, അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല. അത് പുള്ളി വായിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗദൂദി അവസാനത്ത് റിപ്പൾസീവ് ആണ്, അസഹ്യമാണ് എന്ന് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന മൗദൂദി കണ്ടോ, മൗദൂദി പറഞ്ഞല്ലോ. മാത്രമല്ല മൗദൂദി അത് കോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് എന്നിട്ട് മൗദൂദിയുടെ അഭിപ്രായമായിട്ട് മൗദൂദി പറയുന്നത് ഇതൊരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യൂ അല്ല എന്നാണ് മൗദൂദി പറയുന്നത്. അപ്പൊ മൗദൂദി അംഗീകരിക്കുന്ന ഒരാൾക്കൂടെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഇനി കോട്ട് ചെയ്യുന്നത് തന്നെ പ്രശ്നമാണ്. കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു അഭിപ്രായമാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഈ പറഞ്ഞ പോലെ കോട്ട് ചെയ്യല്ലേ, പിന്നെ അവന് മൂപ്പരും ഇത് പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും. അല്ല, ഇതിൽ വിശദീകരിച്ചിട്ട് ഒരു വീഡിയോ, കഴിഞ്ഞ വീഡിയോ ബാസിലും സമതും കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് എന്താണ് ഷാഫി ഇമാം പറഞ്ഞതെന്നും ആ കോട്ടിങ്സ് എന്താണോ അതിന് വിശദീകരണം എന്താണോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇനി ഷാഫി മദ്ഹബിലെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഷാഫി മദ്ഹബ് പറയുന്നത് ഇത് മക്രൂഹാണ്, കറാഹത്താണ് എന്നാണ്. മക്രൂഹിൻ്റെയും കറാഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. വെറുക്കപ്പെട്ടത്, അതല്ലെങ്കിൽ മോശമായത്, ഉപേക്ഷിക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. വെറുക്കപ്പെട്ട കാര്യമാണ്, വെറുക്കുന്ന കാര്യത്തെയാണ് ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഷിർക്ക് കറാഹത്താന്ന് പറയാറുണ്ട്. അതിനർത്ഥം ഷിർക്ക് വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ബേസിക്കലി അതിൻ്റെ അർത്ഥം. ഇപ്പം ഇവിടെ കറാഹത്തും ഹറാമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഹറാം എന്തല്ല, രണ്ടും മോശമാണ്, രണ്ടും തെറ്റാണ്, രണ്ടും ധാർമ്മികമാണ്. ഒരു വിഷയം എനിക്ക് തോന്നിയത്, ഇത് ഫതുഹുൽ മുഈൻ ഹറാമല്ല എന്നൊരു വാക്ക് കണ്ടപ്പോഴേക്കും ഹറാമല്ലെങ്കിൽ അതിനകത്ത് ഹലാലാണ് എന്നൊരു വ്യാഖ്യാനത്തിലോട്ടാണ് ആൾക്കാർ കാണുന്നത്. ഹറാമല്ലാതെ വേറെ പലതുണ്ട്, മക്രൂഹാണെന്നാണ് വിഷയത്തിൽ കൃത്യമായ നിലപാട്. അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. ജായിസ് അല്ലാന്ന്, ഇപ്പം ഹറാം അല്ലെങ്കിൽ പിന്നെ ജായിസ് അല്ല എന്നല്ല, അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് മോശമാണ്, ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് ഒരു പണിഷ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അത് പണിഷ്മെന്റ് ഇല്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. അപ്പം ഒരു കാര്യം തെറ്റാണ് എന്നുള്ളതിന് ചിലപ്പോൾ പണിഷ്മെന്റ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൊലപാതകത്തെക്കാൾ വലിയ തെറ്റാണ് മുസ്ലിങ്ങൾ വിഷയത്തിൽ. ഇപ്പോൾ ഈ ഒരു ആരിഫ് അവിടെ പോയിട്ടൊക്കെ ചോദിച്ച വലിയ ചോദ്യമാണത്. അപ്പോൾ കൊലപാതകത്തെക്കാളൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ദുനിയാവിൽ നോക്കുകയാണെങ്കിൽ, ദുനിയാവിൽ കൊലപാതകത്തിന് പണിഷ്മെൻ്റ് ഉണ്ട്, എന്നാൽ ഷിർക്കിന് പല സാഹചര്യത്തിലും എന്തില്ല, ഇസ്ലാമിക് ലോയിൽ പണിഷ്മെൻ്റ് ഇല്ല. അതുകൊണ്ടാണ് പല സാഹചര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഷിർക്ക് ഇസ്ലാമിക് ഗവൺമെൻറ് ടോളറേറ്റ് ചെയ്യുകയും എന്നാൽ കൊലപാതകം ടോളറേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായും ഒരു കാര്യത്തിന് പണിഷ്മെൻ്റ് ഇല്ല എന്നതുകൊണ്ട് അത് തെറ്റല്ല എന്നതിനർത്ഥം വരുന്നില്ല. അതേപോലെ പണിഷ്മെൻ്റ് ഇല്ലാത്തതിന് വേറെയും കാരണങ്ങളുണ്ട്. ഇപ്പം ഇതൊക്കെ ബേസിക്സ് ആണ്. ഇപ്പം ഇസ്ലാമിലെ അഭിപ്രായം, ഇപ്പം മുഅ്തസിലാക്കളുടെ വിശ്വാസപ്രകാരം ഏകദേശം 3 വ്യൂസ് ഈ വിഷയത്തിലുണ്ട് മെയിനായിട്ട്. അതിലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചില ധാർമ്മിക മൂല്യങ്ങൾ, എല്ലാ ധാർമ്മിക മൂല്യങ്ങളല്ല, ചില ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റാഷണലി തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ എന്താണ് നമ്മൾ പണിഷബിൾ ആവുന്നത് സ്ക്രിപ്ചർ വന്നതിന് ശേഷം, അത് പ്രവാചകൻ നിയോഗിച്ചിട്ടല്ല, അതൊരു സന്ദേശകൻ വന്നിട്ടേ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പണിഷബിൾ ആവുള്ളൂ. രണ്ടാമത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ മുഅ്തസിലാക്കളുടെ വ്യൂ ആണ്. ആദ്യത്തെ വ്യൂ അഹ്ലുസുന്നയുടെ വ്യൂ ആണ്. അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് റാഷണലി അസസ് ചെയ്യാം, ചില ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് റാഷണലി അസസ് ചെയ്യാൻ പറ്റും. എന്നാൽ അതൊരു പ്രവാചകം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പണിഷബിൾ ആവുള്ളൂ, പണിഷ്മെന്റ് അപ്പോഴേ ഉണ്ടാവുള്ളൂ. അത് നമുക്കത് തെറ്റാണെന്നറിയാം, അത് ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ പണിഷ്മെന്റ് ഉണ്ടാവില്ല. പണിഷ്മെന്റ് ഉണ്ടാവുന്നത് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ട് നിങ്ങൾക്കെതിരെ തെളിവുകൾ ഹാജരാക്കി നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ ആ തെറ്റ് ചെയ്യുമ്പോൾ പണിഷബിൾ ആവുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുഅ്തസിലാക്കളുടെ വ്യൂവിൽ പറയുന്നത്
എന്താണ് ഇതേപോലെ തന്നെ നമുക്ക് റാഷണലി നന്മകൾ അസസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നന്മയും തിന്മയും ചില നന്മകളും തിന്മകളും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എന്നാൽ അവർ പറയുന്നു പണിഷ്മെൻറ്റ് പ്രവാചകൻ വരാതെ തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കും ഈ ഒരു നോളജിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ റാഷണലി നമുക്ക് കിട്ടുന്ന ഈ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആൾക്ക് ഇന്ന കാര്യം നന്മയാണെന്ന് മനസ്സിലായി, എന്നിട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം തിന്മയാണെന്ന് മനസ്സിലായി, ഇന്നൊരാൾ ചെയ്താൽ ആൾ പണിഷബിൾ ആണ് എന്നാണ് മുഅ്തസില വ്യൂ, അഹ്ലുസുന്നയുടെ വ്യൂ അല്ല കേട്ടോ, മുഅ്തസിലയുടെ വ്യൂ. അതെ. മൂന്നാമത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ റാഷണലി നന്മയും തിന്മയും അസസ് ചെയ്യാൻ പറ്റില്ല, സ്ക്രിപ്ചറിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള മൂന്നാമത്തെ വ്യൂ. ഇങ്ങനെ 3 വ്യൂകളുണ്ട്. ഇതിൽ ആദ്യത്താണ് അഹ്ലുസുന്നയുടെ വ്യൂ, നമുക്ക് റാഷണലി അസസ് ചെയ്യാൻ പറ്റും, എന്നാൽ നമ്മളതിന് പണിഷബിൾ ആവില്ല എന്നർത്ഥം. അപ്പോൾ റാഷണലി അസസ് ചെയ്ത് നമ്മളൊരു തിന്മ ചെയ്താൽ തിന്മയാണ്, പക്ഷെ അത് നമുക്ക് കൃത്യമായ എവിഡൻസുകളും കാര്യങ്ങളും ഒക്കെ എത്തിച്ചേരാത്തത് കൊണ്ട് നമ്മളതിന് പണിഷബിൾ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തിനാണ് ഈ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് പണിഷ്മെൻറ്റ് ഇല്ല എന്നതുകൊണ്ട് അത് തിന്മയല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ പലപ്പോഴും കറാഹത്ത് വെറുക്കപ്പെട്ടതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് അർത്ഥം. ഓക്കെ. വെറുക്കപ്പെട്ടത് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് അർത്ഥം. അതിനൊരു പണിഷ്മെൻറ്റ് ഇല്ല എന്ന് മാത്രമാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇമാം നവവി റഹ്മത്തുള്ളയുടെ ബാസിൽ വിശദീകരിച്ച വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നവവി റഹ്മത്തുള്ള അതേപോലെ പല പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ഷാഫി മദ്ഹബിൽ തന്നെ പലരും പറയുന്നതാണ് ഈ വിഷയം. അതായത് ഇത് മക്രൂഹ് ആകുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഉറപ്പില്ലാത്തപ്പോഴാണ്. അതായത് വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ആരുടേതാണ് എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഇത് മക്രൂഹ് ആകുന്നത്. മറിച്ച് അറിയാം ഇത് ഇയാൾ തന്നെയാണെന്ന് അറിയാം. അതറിയാൻ പല സാഹചര്യം ഉണ്ട്. ഒന്നെങ്കിൽ ഒരു റെവലേഷനിലൂടെ നമുക്കറിയാം അത് ഇയാളുടെ മകൾ തന്നെയാണ് എന്നറിയാം. അതല്ല എങ്കിൽ ഇപ്പം ലെറ്റ്സ് സേ വ്യഭിചാരം നടന്ന പുരുഷനും സ്ത്രീയും അവർ ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ലെറ്റ്സ് അവർ ഏതെങ്കിലും ജയിലിലോ അങ്ങനെ ഏതെങ്കിലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അങ്ങനെ നമുക്കറിയാം ഇത് അയാളുടെ കുട്ടിയാവാതെ ഇരിക്കാൻ വേറെ നിർവാഹമില്ല എന്ന് നമുക്കറിയാം. അതല്ലെങ്കിൽ DNA ടെസ്റ്റിലൂടെ നമുക്കറിയാം. അങ്ങനെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്കറിയാമെങ്കിൽ സ്വാഭാവികമായത് ഹറാമാണ് എന്നാണ് ഷാഫി മദ്ഹബിൽ തന്നെ പെട്ട പണ്ഡിതന്മാർ പറയുന്നത്. ഈ കറാഹത്താണെന്ന് പറയുന്ന പണ്ഡിതന്മാരിൽ തന്നെ പെട്ട പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ബന്ധത്തിലുള്ള ശിക്ഷയും ഇസ്ലാമിക് ഗവൺമെന്റ്സ് പറയുന്നുണ്ടല്ലോ. അതെ. ഇത്തരത്തിലുള്ള കാര്യം പിടിക്കപ്പെടുവാണെങ്കിൽ അത് പിന്നെ ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ പോലെ അയാളോട് ജീവിച്ചിരിക്കില്ലല്ലോ. അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി വാദത്തിന് വേണ്ടി ഇത് ഷാഫി മദ്ഹബിലുണ്ട്, അല്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ ഇത് ചെയ്യാൻ പറ്റും എന്നല്ല, കറാഹത്താണെന്നുള്ളത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആ കറാഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറപ്പില്ലെങ്കിലാണ് കറാഹത്ത്, ഉറപ്പുണ്ടെങ്കിൽ അത് ഹറാം തന്നെയാണ് എന്നാണ് അവരിൽപ്പെട്ട പണ്ഡിതന്മാർ പോലും പറയുന്നത്. ഇനി അതൊക്കെ പോട്ടെ, ഇനി ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണ് എങ്കിൽ അത് ഇസ്ലാമിൻ്റെ അഭിപ്രായമാവുമോ? ഇസ്ലാമിൻ്റെ അഭിപ്രായമാവില്ല എന്നുള്ളതാണ്. അവിടെയാണ് ജബ്ബാർ പറഞ്ഞത് പച്ചക്കള്ളമാവുന്നത്. ഓക്കെ. ജബ്ബാർ പറഞ്ഞത് പച്ചക്കള്ളമാവുന്നത് അവിടെയാണ്. ഇസ്ലാമിക ലോകത്ത് എല്ലാവരും, അപ്പോൾ സംസ്ഥയാണെങ്കിലും മുജാഹിദാണെങ്കിലും ജമാഅത്തുകാരാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് 4 പ്രമാണങ്ങളാണ്. ഒന്ന് ഖുർആന്, മറ്റൊന്ന് ഹദീസ്, മറ്റൊന്ന് ഇജ്മാ, ഖിയാസ്. ഇതിൽ തന്നെ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആൻ്റെ നെസ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വചനങ്ങൾ അത് കൊണ്ടുവരണം. അതില്ല. അതുണ്ടെങ്കിൽ പറയാം ഓക്കെ ഖുർആനിൽ ഇത് മറ്റൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല, ഇതിനാകെ ഒരു പോസിബിൾ ഇന്റർപ്രിട്ടേഷനേ ഉള്ളൂ. ഇതുകൊണ്ടാണ് നമ്മൾ അയാളോട് ചോദിച്ചത് ആയത്ത് കൊണ്ടുവന്ന് പറയുന്നത് അത്രയുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചത്. ഇത് ഈ വിവരദോഷികൾക്ക് നമുക്ക് വളരെ ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ജബ്ബാർ കേൾക്കുകയാണെങ്കിൽ ഈ ക്ലാസ് ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. ബേർഡൻ ഓഫ് പ്രൂഫ്, ഒരു ആശയത്തിനെതിരെ ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പം ആർഗ്യുമെന്റ് ഉന്നയിക്കുന്ന ആളുടെ കയ്യിലാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉണ്ടാവുക. ഇത് ഇപ്പം ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ദൈവം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റാണ്. ഈ വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ പ്രിമൈസുകൾ സമർത്ഥിക്കേണ്ടത് വിശ്വാസിയാണ്. ഓക്കെ. ഇത് ഞാനിപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രിമൈസ് ആർഗ്യുമെൻറ്റ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രിമൈസുകൾ സമർത്ഥിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുന്ന ആ വിശ്വാസിയുടെ ബാധ്യതയാണ്. ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻറ്റ് ദൈവം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു വിശ്വാസി വെക്കുന്ന ആർഗ്യുമെൻ്റാണ്. ആ ആർഗ്യുമെൻ്റ് പ്രിമൈസുകൾ സമർത്ഥിക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഒപ്പോണൻറ്റിന്, ഒരു എയ്ത്തിസ്റ്റിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ പ്രിമൈസുകൾ തെറ്റാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ആ പ്രിമൈസുകൾ ശരിയാണ് എന്ന് കാണിക്കാൻ ഞാൻ പരാജിതനായി, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ. ഇത് നേരെ തിരിച്ചു പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറഞ്ഞാൽ ഒരു നിരീശ്വരവാദി ദൈവം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റിലെ പ്രിമൈസുകൾ സമർത്ഥിക്കേണ്ടത് നിരീശ്വരവാദിയാണ്.
ആ ആർഗ്യുമെന്റിലെ പ്രിമൈസുകൾ തെറ്റാണ് എന്ന് കാണിക്കേണ്ട ബാധ്യത എനിക്കില്ല. ആർഗ്യുമെന്റിലെ പ്രിമൈസുകൾ ശരിയാണ് എന്ന് കാണിക്കാൻ നിരീശ്വരവാദിക്ക് സാധിച്ചിട്ടില്ല എന്ന് കാണിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിന് അണ്ടർ കട്ടിങ് ഡിഫീറ്റർ എന്ന് പറയും. റിബ്യൂട്ടിങ് ഡിഫീറ്റർ, അണ്ടർ കട്ടിങ് ഡിഫീറ്റർ എന്നുണ്ട്. അതായത് ഒരു ആർഗ്യുമെന്റിലെ പ്രിമൈസുകൾ തെറ്റാണെന്ന് കാണിക്കുന്നതിനാണ് റിബ്യൂട്ടിങ് ഡിഫീറ്റർ എന്ന് പറയാം. എന്നാൽ അത് തെറ്റാണെന്ന് കാണിക്കുന്നതിന് പകരം അത് ശരിയാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങൾ കൊണ്ടുവന്ന ആർഗ്യുമെന്റ് ശരിയാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് അണ്ടർ കട്ടിങ് ഡിഫീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും ഇത് എന്ത് ആർഗ്യുമെന്റ് ആണ്? ഇസ്ലാം ശരിയാണ് എന്ന് കാണിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന ആർഗ്യുമെന്റ് അല്ല, ഇസ്ലാം തെറ്റാണെന്ന് കാണിക്കാൻ, അതല്ലെങ്കിൽ ഇസ്ലാമിൽ അധാർമികതയുണ്ട് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇത്തരം ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് കാണിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായും അതിലെ പ്രിമൈസുകൾ സമർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അത് ഒരു ആർഗ്യുമെന്റ് തെറ്റാണ് എന്ന് കാണിക്കാൻ അണ്ടർ കട്ടിങ് ഡിഫീറ്റർ മതി, റിബ്യൂട്ടിങ് ഡിഫീറ്റർ ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇസ്ലാം തെറ്റാണെന്ന് കാണിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായും ആ ആർഗ്യുമെന്റിലെ പ്രിമൈസുകൾ ശരിയാണ് എന്ന് സമർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് തെറ്റാണെന്ന് കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. അത് ശരിയാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇത് ആദ്യം പഠിച്ചത് വളരെ ബേസിക് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ചോദിക്കുന്നതും ആയത്ത് ചോദിക്കുന്നതും. നമ്മളവിടെ അണ്ടർ കട്ടിയാണ് ചെയ്യുന്നത്, നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ല ഈ പറയുന്ന കാര്യം. എനിക്ക് തോന്നുന്നത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഐക്യു ഇത് വളരെ ബേസിക് ആണ്. ലൈക്ക് ഏത് അക്കാഡമിക് ഫിലോസഫറിന്റെ അടുത്ത് ചോദിച്ചോ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പല വിവരദോഷികൾക്കും അറിയില്ല, ഇവർക്ക് മൊത്തത്തിൽ അറിയില്ല. ലിയാഖത്തും ഇതേ മണ്ടത്തരം ആവർത്തിക്കാറുണ്ട് പലപ്പോഴും. തഫ്സീറും പിന്നെ മദ്ഹബിന്റെ വ്യാഖ്യാനങ്ങളും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാത്തവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാവാൻ സാധ്യതയല്ല. നമ്മൾ വാദിക്കണമെന്ന് പോലും അറിയില്ല. അതെ, ഇനിയാണ് കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ആർഗ്യുമെന്റ് എന്താ? ഇസ്ലാമിൽ അധാർമികതയുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സമർത്ഥിക്കേണ്ടത്. രണ്ട് കാര്യങ്ങൾ സമർത്ഥിക്കണം. ഒന്ന്, ഇസ്ലാമിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് സമർത്ഥിക്കണം. രണ്ട്, അത് അധാർമികമാണ് എന്ന് സമർത്ഥിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ സമർത്ഥിക്കണം. ഇതിൽ രണ്ടാമത്തത് അദ്നാൻ റാഷിദ് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം അധാർമികമാണ് എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ നാണം കെട്ട് പോകുന്നുണ്ട്. അത് വേറെ വിഷയം. EA ജബ്ബാർ ഇതേപോലെ മനുഷ്യ സാഹിത്യം മറ്റേതൊക്കെ പറഞ്ഞ് കുറെ നാണം കെടുന്നുണ്ട്. അപ്പം രണ്ടുപേർക്കും അത് സാധിക്കില്ല. അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഇസ്ലാം പറയുന്നുണ്ട് എന്ന് കാണിക്കണമെങ്കിൽ ഈ 4 പ്രമാണങ്ങൾ കൊണ്ട് കാണിക്കണം. അപ്പോൾ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിക്കണം, എന്നിട്ട് അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റാത്തൊരായത്ത് ഉദ്ധരിക്കണം. അത് 2 വ്യാഖ്യാനമുള്ള ആയത്ത് ഉദ്ധരിച്ച് എഗെയിൻ ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റാണെന്ന് കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതാണ് ഇത് ആദ്യത്തെ പോയിന്റ് മറന്നു വരുത്. നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റാന്ന് കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങളാണ് വാദം ഉന്നയിക്കുന്നത്. നിങ്ങളുടെ വ്യാഖ്യാനം ശരിയാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ 2 വ്യാഖ്യാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാദം പൊളിഞ്ഞു. അതായത് തഫ്സീർ ഉദ്ധരിക്കാതെ തന്നെ ആ ഒരു ആയത്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റണം. ആയത്തിന് മറ്റൊരു പോസിബിൾ മീനിങ് ഉണ്ടാവാൻ പാടില്ല. ആയത്തിന് മറ്റൊരു പോസിബിൾ മീനിങ് ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ മാത്രമാണ് അത് ഖുർആന്റെ നെസ് എന്താന്ന് പറഞ്ഞാൽ ഈ എത്ര വർഷമായിട്ടാണ് വിമർശിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഖുർആന്റെ നെസ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായുള്ള ബോധമൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഖുർആന്റെ നെസ് കൊണ്ടുവരണം. ഓക്കെ, ഏതെങ്കിലും ആയത്ത് കൊണ്ടുവന്നിട്ട് ആ തഫ്സീറിലുണ്ടെന്ന് പറഞ്ഞാൽ തെളിവാവില്ല. എന്ത് കൊണ്ടുവരണം? ഖുർആന്റെ നെസ് കൊണ്ടുവരണം, അഥവാ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ആയത്ത് കൊണ്ടുവരണം. ഓക്കെ, എഗെയിൻ വീണ്ടും പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, മണ്ടത്തരം പറയാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ 2 ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ തെറ്റാന്ന് കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണെന്ന് ശരിയെന്ന് കാണിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രം കാണിച്ചാൽ, അത് മറ്റൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രം മതി നിങ്ങളുടെ വാദം പൊളിയാൻ. ഓക്കെ, അതാണ് അണ്ടർ കട്ടിങ് ഡിഫീറ്റർ. ഓക്കെ, അണ്ടർ കട്ടിങ് ഡിഫീറ്റർ എന്താണെന്ന് അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഗ്രോക്കിനോടോ ജെമിനിയോടോ ഒക്കെ ചോദിച്ച് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, രണ്ടാമത് സഹീഹായ ഹദീസ്. എഗെയിൻ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സഹീഹായ ഹദീസുകൾ. ഫാബ്രിക്കേറ്റഡ് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ, ഹദീസ് എവിടെയെന്ന് വെച്ചിട്ട് സഹീഹായ ഹദീസുകൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് അത് ഇസ്ലാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 3, ഇസ്ലാമിൻ്റെ 3ാമത്തെ പ്രമാണം ഇജ്മാ കൊണ്ടുവരണം. ഈ വിഷയത്തിൽ ഇജ്മാ പോയിട്ട് ജുംഹൂർ പോലും ഇല്ല, മെജോറിറ്റി പോലും ഇല്ല. അപ്പോൾ അത് കൊണ്ടുവരണം. ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാകുന്നത് കേട്ടോ, 3 കൂടി കൊണ്ടുവരണമെന്ന് പറയില്ല, ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരണം. പിന്നെ കിയാസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങോട്ട് കിയാസ് ചെയ്താൽ പോരാ. അതും അവിടെയും കിയാസിനും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം കിയാസ് കൊണ്ടുവരേണ്ടത്. അതിലേതെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമാണ്
മറ്റൊരു പോസിബിലിറ്റിയും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമാണ് ഇസ്ലാമിന് അങ്ങനെ ഒരു നിലപാടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വൃത്തികേടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കളവ് തന്നെയാണ്. എ ജബ്ബാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എ ജബ്ബാറും രണ്ടുപേരും കള്ളന്മാരാണ്. എ ജബ്ബാർ കക്കാനും നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. പാവ ആരിഫിന് കക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ചെറിയൊരു ആനുകൂല്യം ആരിഫിന് സമയത്ത് കൊടുക്കും, കാരണം പ്രായം കുറവാണ്. പിന്നെ വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തൽക്കാലം ആരിഫ് ഖുറാനിന് മാത്രം തെളിവ് കൊടുത്താൽ മതി. ജബ്ബാർ മാഷി പറഞ്ഞ 4 തെളിവ് കൊണ്ടുവരട്ടെ. പക്ഷെ പ്രായം ഉണ്ടല്ലോ, കുറെ കാലം അല്ലേതായിട്ട് നടക്കണേ. അപ്പോൾ ഈ എന്താ പറയുക, വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലക്ക്, നുണയെന്നുള്ള നിലക്ക് ആരിഫ് തൽക്കാലം ഖുറാൻ ഒരു ആയത്തും കൂടെ തന്നാൽ മതി. ബാക്കി തെളിവുകളൊക്കെ ജബ്ബാർ മാഷി തന്നോട്ടെ. അങ്ങനെ ഒരു എക്സെപ്ഷൻ നമുക്ക് തൽക്കാലം കൊടുക്കാം. അപ്പോൾ ഈ 4 ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മാത്രമേ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിലപാടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ടോ, വ്യക്തി പറഞ്ഞാൽ ഓക്കെ മാക്സിമം പോയാൽ എന്താ കിട്ടുക, ആ വ്യക്തി പറഞ്ഞ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ അധാർമികമാണെന്നാണ് മാക്സിമം കിട്ടുള്ളൂ. അതിന് പിന്നെ അപ്പുറത്ത് മറ്റേ കാര്യം അധാർമികമാണെന്നൊക്കെ തെളിയിക്കണം. അത് നിങ്ങൾക്ക് യാ യൗമുൽ ഖിയാമ നടക്കാനും പോകുന്നില്ല, അത് തെളിയിക്കണം. ഇനി എഗെയിൻ ഷാഫി മദ്ഹബിൽ അത് പറഞ്ഞിട്ടില്ല, അതെങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി വിശദീകരിച്ച കാര്യമാണ്. ഇനി വാദത്തിന് അതൊക്കെ സമ്മതിച്ച് തന്നാലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇസ്ലാമിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ആർഗ്യുമെന്റ് ഇസ്ലാമിനെതിരെ നിലനിൽക്കില്ല എന്നുള്ളതാണ്. എങ്കിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല. ഓക്കെ, സുന്നികളുടെ ഇടയിലോ സംസ്ഥയുടെ ഇടയിലോ അതല്ലെങ്കിൽ മുജാഹിദുകളുടെ ഇടയിലോ ഒന്നും ഇതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഈ എന്താണ് 4 കാര്യങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഇസ്ലാമിൻ്റെ പ്രമാണമാവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സ്വാഭാവികമായി മാക്സിമം പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ശരിയല്ല എന്ന് മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ യാതൊരു രീതിയിലുള്ള ആർഗ്യുമെൻറ്റും ഇതാവില്ല. എഗെയിൻ ഇത് നിങ്ങളുടെ ആർഗ്യുമെൻ്റാണ്. ഇസ്ലാമിനെതിരെ ഇസ്ലാം തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്ന ആർഗ്യുമെൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ബർഡൻ ഓഫ് പ്രൂഫ് ഇല്ലാത്തത്. നിങ്ങളാണ് ഈ ഒരു പോസിബിൾ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണിക്കണം. ഇങ്ങനെ ഒരു പോസിബിൾ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് എന്ന് കാണിച്ചാൽ പോരാ, ഇതേ പോസിബിൾ ആവുള്ളൂ എന്ന് കാണിച്ചാൽ നിങ്ങളെ വാദം നിലനിൽക്കുള്ളൂ. ഓക്കെ, എഗെയിൻ അണ്ടർ കട്ടിങ് റിബ്യൂട്ടിങ് മറക്കരുത്, അത് പോയി പഠിക്കാം. അപ്പോൾ ഈ മണ്ടത്തരം എന്താണ്, നിങ്ങൾ പറഞ്ഞ മണ്ടത്തരം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ കക്കാൻ പഠിച്ച എന്താണ്, കക്കാനും നിൽക്കാനും കൂടി പഠിച്ച ആളാണ് എ ജബ്ബാർ. അപ്പോൾ അതുകൊണ്ടാണ് എ ജബ്ബാർ പറയുന്ന പല കള്ളങ്ങളും എന്ത് ചെയ്യും, ഇപ്പോൾ വരികൾക്കിടയിലാണ് മുപ്പേ കള്ളം പറയാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, അസർ ലണ്ടനിലേക്ക് പോയി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ അസറിനെ ലണ്ടനിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ ലണ്ടനിലെ എന്താണ് തെരുവിലൂടെ അസർ ഇങ്ങനെ നടന്നു പോകണം. അപ്പം അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്, കുറച്ചപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്തൊരു ബാറുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, ആ ബാറിൻ്റെ അടുത്ത് ഞാൻ അസറിനെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഞാനെന്ന് പറയുകയാണ്, അതിൽ നമ്മൾ മനസ്സിലാക്കാം അസർ കള്ളു കുടിച്ചിട്ടുണ്ട്. ഇത് കളവാണോ? 100% കളവ്. പക്ഷേ എ ജബ്ബാർ ഇത് കളവല്ല. എ ജബ്ബാർ എന്താണ്, കള്ളം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലണ്ടനിൽ നടത്തല്ലോ, അതിൽ നിന്ന് ഞാൻ എന്താണ് ഇൻഫർ ചെയ്താണ് മറ്റേത്. നിങ്ങൾ ലണ്ടൻ്റെ അടുത്തോട് പോയി, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ നിങ്ങൾ കള്ളു കുടിച്ചു എന്ന് ഇൻഫർ ചെയ്തെടുത്തു. ഇതേപോലുള്ള കള്ളകൾ നമ്മളെ പ്ലേലിസ്റ്റ് നോക്കി നമുക്ക് കാണാൻ കഴിയും. ഇത് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാൻഡ് കർച്ചീഫ് കട്ടു. അപ്പോൾ തെളിവെന്താ, തെളിവ് ഖുർആനിലൊരായത്തുണ്ട്. ഖുർആൻ നമ്മൾ വിചാരിക്കും ഖുർആനിലെ ഹാൻഡ് കർച്ചീഫ് കട്ടു എന്നൊരു ആയത്തുണ്ടാവും. ഇല്ല, ഖുർആനിൽ പറയാൻ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അപ്പം ചെയ്തിട്ടില്ല എന്നുള്ള ആയത്തിന് എങ്ങനെ ചെയ്തു കിട്ടാ, അത് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയൂലല്ലോ, അല്ലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയൂലല്ലോ എന്ന്. അപ്പോൾ ഊപ്പരാളിൽ നിർദ്ദേശിച്ചത് ഖുർആൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ചെയ്തിട്ടുണ്ട് എന്ന് വായിച്ചെടുത്തു, വരികൾക്കിടയിൽ വായിച്ചെടുത്തു. ഇതുപോലെ ഞങ്ങൾ എന്താണ് ഈ പറയുന്ന ലണ്ടനിലൂടെ നടന്നു പോകണ കണ്ടു, അപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്ത് ബാറുണ്ട്, അതിൽ ഞാൻ നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ട് നിർദ്ദേശിച്ചെടുക്കണം. പച്ചക്കള്ളമാണ്, പക്ഷേ ഇൻഫർ ചെയ്തു പറഞ്ഞാൽ പിന്നെ കള്ളവാവില്ലല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കാൻ പഠിച്ച ആളാണ് എ ജബ്ബാർ. അതല്ലാതെ ആരിഫിനേക്കാൾ ചിലപ്പോൾ കള്ളത്തിലൊരു പടി മുന്നിൽ നിൽക്കും എന്നല്ലാതെ വേറൊരു രീതിയിലും എ ജബ്ബാറിന് ഒരു മികവും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഉണ്ട് എന്ന് പറയും. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ കുട്ടികളെ, മാനസിക രോഗമുള്ള ആളുകളെ, കിടപ്പിലായ രോഗികളായിട്ടുള്ള ആളുകളെ, ശവത്തെ, മൃഗത്തെ, ഇതൊക്കെ ഭോഗിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ ഭോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഒന്നു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് കുളിച്ചാൽ മതി എന്ന് ദിയോബന്ദ് മദ്രസയിൽ ദാറുൽ ഉലൂമിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അവരുടെ ഫത്വ കൊടുക്കുന്ന സ്ഥാനത്തിൽ എഴുതി വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെന്താ പറയുക, നമ്മൾ അതിനെ തള്ളി. ബഹസ്തി സബർ എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിൽ ഈ സാധനം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ബഹസ്തി സബർ നമ്മൾ തള്ളി, ഇതല്ലേ നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യത്തോടൊക്കെ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ ഈ പറയുന്ന സാധനം മൗദൂദി നിങ്ങളുടെ സ്വന്തം ആൾ തന്നെ പറഞ്ഞു വെക്കുന്നു, ഇത് കോട്ട് ചെയ്യുന്നു എന്ന് വരുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ ഇത് എഗെയിൻ ഇവിടെ ആയതുകൊണ്ടാണ് മുപ്പര് കഴിച്ചില്ലായത്. ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ബെസ്റ്റ് സബർ കാണിച്ചു തരാൻ പറയായിരുന്നു. അപ്പോൾ വീണ്ടും ഓടുന്നത് നമുക്ക് കാണാമായിരുന്നു എന്നുള്ളതാണ്, രണ്ടാമത്തെ ഓട്ടം നമുക്ക് കാണാമായിരുന്നു എന്നുള്ളതാണ്. ഉറുദുവിലൊക്കെ ഇനി പറയുന്നത് കേൾക്കായിരുന്നു. അപ്പോൾ മലയാളം വായിച്ചിട്ടെത്തുന്നില്ല, എന്നിട്ടല്ല ഉറുദു സൂയിപ്പാക്കല്ല. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ വുദു മുറിയുന്ന കാര്യങ്ങളും അതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇതൊക്കെ അനുവദനീയമാണ് എന്നൊന്നും അതിലെവിടെയും എഴുതി വെച്ചിട്ടില്ല. അപ്പം അത് ഇപ്പോൾ എന്താണ്
കള്ളു കുടിച്ചാൽ അല്ലെങ്കിൽ ഇപ്പം കള്ളു കുടിക്കുമ്പോൾ നിങ്ങളുടെ ഷർട്ടിലായാൽ നിങ്ങൾ ആ ഷർട്ട് അലക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കള്ളു കുടിക്കണം എന്നല്ലല്ലോ. ഇതൊക്കെ കോമൺ സെൻസ് ആണ്. ലൈക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരുന്നത് തന്നെ പരിതാപകരമാണെന്നുള്ളതാണ്. അടുത്ത ആയത്ത് 2554 വായിച്ചിട്ടോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളി. 2554 വായിച്ചിട്ട് പോയത്. അതിന്റെ അർത്ഥം വായിക്കണം. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനും ആക്കുകയും ചെയ്തിരിക്കുന്നത്. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാകുന്നു. ഇതിലെവിടെ നിങ്ങൾ പറഞ്ഞ കാര്യം? ഇതിലെവിടെയാണ് ആശയം? അവിടെ ആയത്തോടെ ഇതാണ് രണ്ടാമത്തെ ഉദ്ധരിച്ച ആയത്താണ്. അതിന്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇതിലെവിടെ നിന്നാണ് നമുക്ക് സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു അർത്ഥം കിട്ടുന്നതാണ് ചോദിക്കാൻ. ആയത്ത് അല്ലല്ലോ ഇത് തഫ്സീറാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോമ്പ് നോക്കാനുള്ള ആയത്ത് കൊണ്ടുവരിക, നിങ്ങൾ ഷഹാദത്ത് കലീമയുടെ ആയത്ത് കൊണ്ടുവരിക, അതല്ലെങ്കിൽ ഇതേപോലെ നിസ്കരിക്കാനുള്ള ആയത്ത് നിങ്ങൾ കൊണ്ടുവരിക, ഹജ്ജ് ചെയ്യാനുള്ള ആയത്ത് നിങ്ങൾ കൊണ്ടുവരിക, അതൊക്കെ കൊണ്ടുപോകാം. എന്നിട്ട് നമുക്കിതെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്ത് ഇനി ഇത് മുൻകൂർ ജാമ്യം കേട്ടോ. ആയത്തില്ല അവൻ തന്നെ പറഞ്ഞു. ആയത്ത് നിങ്ങൾ ചോദിക്കണ്ട. കാരണം നിങ്ങൾ നിസ്കരിക്കല്, നോമ്പോക്കല്, ഷഹാദലും അല്ലല്, പിന്നെന്താ അതൊന്നും ആയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അപ്പോൾ ആയത്ത് ഏതായാലും ഇല്ല. ബാക്കി കൂടെ കേൾക്കാം. ഓക്കെ, ഡിഫ്ലക്ഷൻ ടാക്ടിക്സ്. അതായത് ആയത്ത് ചോദിക്കുമ്പോൾ തഫ്സീർ അല്ല കൊണ്ടുവരേണ്ടത്, ആയത്ത് ചോദിക്കുമ്പോൾ ആയത്താണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ടാക്ടിക് അതാണ്. ആയത്ത് ചോദിക്കുമ്പോൾ വേറെന്തോ കൊണ്ടുവരുന്നതാണ് ഡിഫ്ലക്ഷൻ ടാക്ടിക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ആയത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലാ, നിങ്ങൾ ആയത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഖുർആനിലുണ്ട്, ഖുർആനിൽ ആയത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആയത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് അതേന്ന് വീണ്ടും അഫേം ചെയ്ത് പറഞ്ഞു. എന്നിട്ട് എന്താണ് ഫേസ്ബുക്കിൽ ഏതോ ഒരു മൂപ്പരുടെ ഏതോ ഒരു പാവം ഫാൻ വന്നിട്ട് പറഞ്ഞു അത് ആരിഫിന് ചെറുതായിട്ട് നാക്ക് പേച്ച് പോയതാണ്. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് നാക്ക് പേച്ചൊന്നുമില്ല, ആയത്തന്നെ ഉണ്ടല്ലോ പറഞ്ഞു വന്നിട്ട് ഇവിടെ വന്നിട്ട് ആയത്തില്ലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഇവിടെ 5 വക്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആയത്തുണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആയത്തുണ്ട് എന്ന് കള്ളം പറഞ്ഞു. നമ്മള് ഖുർആൻ മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്യുള്ളൂ. നമ്മൾ ഓൾറെഡി വിശദീകരിച്ച് കഴിഞ്ഞു. നമുക്ക് 4 പ്രമാണങ്ങളാണുള്ളത്. ഈ 4 പ്രമാണങ്ങളിൽ നിന്ന് നോമ്പോ നിസ്കാരോ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് എടുത്തു തരാം. ഓക്കെ, ഇനി അവിടെ ഞാനത് പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഇസ്ലാം. അവിടെ നിങ്ങൾ വീഡിയോ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫിഖ്, ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓഡിയോ അവരുടെ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച കാര്യം. പക്ഷേ നിങ്ങൾ കൺക്ലൂഷനിലേക്ക് എത്തി. അതുകൊണ്ട് ഇനി ഞാൻ ഇതാണ് ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാരണം നമ്മുടെ ലക്ഷ്യം നടന്നു കഴിഞ്ഞു. അപ്പൊ മൂപ്പർക്ക് എന്നെ മനസ്സിലായി ഇതുവരെ ഉദ്ധരിച്ച ആയത്തൊന്നും അതൊന്നും മൂപ്പര് ഉദ്ദേശിച്ച സംഭവം ഒന്നും ആയത്തൊന്നും കിട്ടുന്നില്ല എന്ന് മൂപ്പർക്ക് എന്നെ മനസ്സിലായി. അതുകൊണ്ട് വെറുതെ ഒരു ആ പേരിന് 2 ആയത്ത് പറഞ്ഞു. പക്ഷെ അത് ആയത്തുമായിട്ട് അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞ വാദമായിട്ട് ആയത്ത് ബന്ധമില്ല എന്ന് മൂപ്പർക്ക് എന്നെ മനസ്സിലായപ്പോ പിന്നെ നമ്മൾ ഫിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇസ്ലാം ഫിക്ക് ഒക്കെ പറഞ്ഞ ഫിക്ക് എന്നവിടെ പറഞ്ഞിട്ട് പോലും ഇല്ല. നമ്മളെ വീഡിയോ കണ്ടതാണ്. ഖുർആൻ ഉണ്ട് തന്നെ പറഞ്ഞത്. ഓഡിയോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കുക. ആരും തെറ്റിദ്ധരിക്കില്ല, സംശയമൊന്നും ഇല്ലല്ലോ കേട്ടോ. പിന്നെ അതിനാൻ പിടിച്ചപ്പോഴും എങ്കിലും അവിടെ നിന്ന് പുള്ളിക്ക് പറയായിരുന്നു ഓക്കെ ഖുർആനിലല്ല എന്ന്. അതുപോലും പറഞ്ഞിട്ടില്ല. പുള്ളി അവിടെയും പറഞ്ഞു ഖുർആനിലുണ്ട്, ഞാൻ വീഡിയോയിലിട്ടോളും ചോദിച്ചു. ഫേസ്ബുക്കിലെ അടിയിൽ പാവ ആരിഫിനൊന്നും നാക്ക് വേച്ച് പോയതാന്ന് ഒരാൾ പറഞ്ഞപ്പോ നാക്ക് വേയൊന്നല്ല എന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫിക്കാട്ടോ ഉദ്ദേശിച്ചത്. ദയനീയത പാവാണ്. അതായത് ഒന്ന് ബാക്കി നോക്കാം. അപ്പോൾ ആയത്തല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ട് നടന്നത് ഇതേ ആയത്ത്. അപ്പൊ ഇനി ഇല്ല ആയത്ത് എവിടെ? ആയത്ത് എവിടെ നുണയാ? ഞാൻ അവിടെ ഉന്നയിച്ച വിഷയം ഇത് ഞാനാണോ ആദ്യമായിട്ട് ഉന്നയിച്ചത്? ഇതൊരു ഒരു ഇസ്ലാമിക പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണോ? അല്ല. അതെ, ഉസ്താദുമാർ ഇത് പൊക്കി പറഞ്ഞതിൻ്റെ പേരിൽ, കേസായതിൻ്റെ പേരിൽ, വാർത്തയായതിൻ്റെ പേരിലൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ കാണുക. അതെ, ഇത് റിപ്പോർട്ടർ ചാനലിൽ 2017 വന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. പെൺമക്കൾ ഉണ്ടാകുന്നത് അവിഹിത ബന്ധത്തിലാണ് എങ്കിൽ അവരുമായി പിതാവിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇസ്ലാം മത പണ്ഡിതൻ. ഓക്കെ, ഇത് പറഞ്ഞതാരാണ്? ഇത് പറഞ്ഞ ആളുടെ പേര് എന്തോ ഒരു ഈജിപ്ഷ്യൻ ക്ലറിക്കാണ്. ഇതെവിടെ കാണാം? മാൻ ക്യാൻ ഹാവ് സെക്സ് വിത്ത് ഡോട്ടേഴ്സ് ബോൺ ഔട്ട് ഓഫ് വെഡ്ലോക്ക് സൈസ് ഈജിപ്ഷ്യൻ ക്ലറിക്. ഇതാണ് സംഭവിച്ചത് 2017. അതെ, 2017 വന്ന വാർത്തയാണ്. ഇനി മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ഇത് ന്യൂ അറബ് എന്ന് പറയുന്ന പേജിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ പറയുമ്പോൾ അത് ഇസ്ലാമിലില്ല. ഫൈൻ. ഇത് പിന്നെ നമ്മളിതിൻ്റെ ഫാക്ട് ചെക്കിങ് നടത്തി. ഇത് ആരാണ് പറഞ്ഞതെന്ന് എടുത്തു. ആ പറഞ്ഞ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം എന്തോ പറഞ്ഞ വ്യക്തമാണ്. ഇത് ഏതോ ഓരോ പറഞ്ഞ ചാണക ചാനലിൽ പോയിട്ട് എടുത്തൊരു സാധനമാണ്. ഇദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. അല്ല, മൂപ്പര് പറഞ്ഞു ഞാൻ പറഞ്ഞത് കൊണ്ട് ഇസ്ലാമിലില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞാലും ഇസ്ലാമിലില്ല, ക്ലർക്ക് പറഞ്ഞാലും ഇസ്ലാമില്ല. ആയത്തുണ്ടോ, ഹദീസ് ഉണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ? ഒന്നുമില്ല. ഇതുണ്ടോ? ഒന്നെങ്കിൽ ഇസ്ലാമിലുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് അഗെയിൻ ഇസ്ലാമിൽ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്.
റിബ്യൂട്ടിങ് അണ്ടർകട്ടിങ് മറന്നു വരുത്. ഇസ്ലാമിൽ ഉണ്ട് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. നമുക്ക് എന്തേ ഉള്ളൂ, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കാണിക്കേണ്ട ബാധ്യത ഉള്ളൂ. ഇല്ല എന്ന് തെളിയിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കാരണം നിങ്ങളാണ് വാദവുമായി മുന്നോട്ട് വന്നത്. ഉസ്താദ് പിന്നെ പറഞ്ഞ എന്താണ് നമ്മൾ ഫാക്ട് ചെക്കിങ് ചെയ്തു, ഏതാണ് വീഡിയോ നമ്മൾ കണ്ടെത്തി, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക, എന്താണ് ഉസ്താദ് പറഞ്ഞതെന്ന് വളരെ കൃത്യമാണ്, അത് ഒന്ന് പ്ലേ ചെയ്യുക. അത് തെറ്റാണെന്ന് പറഞ്ഞത് ആരിഫ് പറഞ്ഞു തരുന്നത് നേരെ എഗെയിൻസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതൊന്ന് നമുക്ക് പ്ലേ ചെയ്യാം. فأهل السنة والجماعة يقدرون الأئمة الأربعة ويعرفون قدرهم لكنهم يحترمونهم الاحترام الذي يؤدي إلى زيادة حسناتهم. ما أنا لما أجي أنا أقول للناس إياكم وقول الشافعي في المسألة دي، الشافعي مثلا ينسب له مسألة إيه؟ جواز نكاح البنت من الزنا. في مذهب الشافعي رضي الله عنه هو يرى أن ماء الزنا لا يحرم، ماء الزنا لا يحرم. لو واحد زنى بامرأة അദ്ദേഹം പറയുന്നത് പിന്നെ അഹ്ലുസുന്നയുടെ എല്ലാ 4 ഇമാമന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്നു. എന്തെങ്കിലും ഫ്ലോസ് അവരുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്നു എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവാത്ത ആരിഫിന് അനുയായികൾക്ക് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ പറഞ്ഞിരുന്നത്. ولما واحد يزني بواحدة ويخلف منها بنت تتكتب باسمه باسم الزاني؟ لا أبدا أبدا، يبقى مش بنته، يبقى يتجوزها. قال لك يتجوزها عادي. طبعا هذه زلة عظيمة، دي زلة في مذهب الإمام، لكن هتروح فين دي بقى في بحار حسناته؟ ദിസ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. പിന്നെ ചില മതപരമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. പിന്നെ അതായത് വ്യഭിചാരത്തിലുണ്ടായ പുത്രിയെ അത് മഹറമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന്, അതുകൊണ്ട് പെർമിസിബിൾ ആണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്, ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഇൻ ദ ഒപ്പീനിയൻ. അഭിപ്രായത്തിലുള്ള ഒരു മിസ്റ്റേക്കാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് ആരിഫ് വലിയ തെളിവായിട്ട് പറഞ്ഞ ഈജിപ്ഷ്യൻ പണ്ഡിതൻ. എന്നിട്ട് ആ റിപ്പോർട്ടർ ചാനൽ, നമ്മുടെ റിപ്പോർട്ടർ ചാനൽ മലയാളം ചാനലാണെന്ന് തോന്നുന്നില്ലേ, മറ്റേ ഹോട്ട് ഡോഗ് എന്താണ് പണ്ടൊരു ന്യൂസ് വന്നിരുന്നല്ലോ, പിന്നെ ഹോട്ട് ഡോഗ് കഴിച്ചു, 54 ഹോട്ട് ഡോഗ് കഴിച്ചു, ഗിന്നസ് ബുക്കിൽ നേടി. അപ്പം നേരെ മാറ്റി ഹോട്ട് ഡോഗ് കാരണം ചൂടുള്ള നായയെ കഴിച്ചു എന്നോ. അതാണ് നമ്മുടെ ചാനലുകളെ കോലം. അപ്പോൾ എന്താണ് ഇതിലിട്ട് ഈ അറബി മനസ്സിലായിണ്ടാവില്ല, ഇംഗ്ലീഷ് മനസ്സിലായിണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ഇസ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്, ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഇൻ ദ ഒപ്പീനിയൻ എന്നാണ് പറഞ്ഞത്. അത് വീഡിയോ എടുത്തിട്ടാണ് അദ്ദേഹം ഏതോ ഒരു ചാനൽ ഇങ്ങനെ പറഞ്ഞു, ക്ലർക്ക് ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരു ഫാക്ട് ചെക്കും ചെയ്യാതെ. സാധാരണ 100 കളവ് പറയുന്ന ആളാണ്, അപ്പോൾ പിന്നെ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ കളവാവില്ലല്ലോ. പറഞ്ഞ കാര്യമാണല്ലോ, ഈ ഒരു ഫാക്ട് ചെക്കും ചെയ്യൂല, ചെറവറ. അതെ എക്സാക്ട്ലി. അതെ. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ആരിഫ് എല്ലാം ഇങ്ങനെയാണ്, ഒരു ഫാക്ട് ചെക്കും ചെയ്യാതെ കളവ് പറയുന്ന ആളാണ്. അത് ചെയ്യില്ല നാം പറഞ്ഞുകൊണ്ട് പിന്നെ പ്രശ്നമല്ല, അത് അവൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഓടാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതുവരെ ആരിഫ് പറഞ്ഞതിൽ ആയത്തില്ല, പെട്ടി തുറന്നു, ഒരായത്ത് പോലും കിട്ടിയിട്ടില്ല. പിന്നെ തഫ്സീലുണ്ടെന്നാണ്, തഫ്സീറിലില്ല. ഇമാമുകളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുറാനിലില്ല, ഹദീസിലില്ല, പിന്നെ ഇജ്മായിലില്ല, ഖിയാസിലില്ല, പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലില്ല. മഹാഭൂരിപക്ഷം പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞ ഒന്നിലുമില്ല. പെട്ടി തുറന്നപ്പോൾ ഇപ്പോഴും ഈ പൊട്ടത്തരമല്ലാതെ ആയത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്തിൽ പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഖുർആനിലെ ആയത്ത് 4:23 ഇവർ കൊണ്ടുവന്ന ആയത്ത്, അതിൽ വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ്, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, അത് നിഷിദ്ധമാണ് എന്നുള്ളത് വളരെ കൃത്യമായി പറയും. ഇതിൽ നിന്ന് ഇതിൽ വ്യഭിചാരത്തിലൂടെയാണെന്നോ അല്ല എന്നോ ഒന്നൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നടന്നിട്ടില്ല. മകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവരും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് എക്സ്പ്ലിസിറ്റ് ആണ്. ഇനി അതിൽ ഇൻക്ലൂഡഡ് അല്ലാണ്ടിരിക്കണമെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള തെളിവുകൾ വേണം. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതിനിപ്പോൾ ഒരു വലിയ കാര്യമായിട്ട് തെളിവ് കൊണ്ടുവരാറുള്ളത്, വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഈ പറയുന്ന വ്യഭിചാരം നടത്തിയ വ്യക്തിയിലേക്ക് ആ കുട്ടിയെ ചേർത്തി പറയില്ല, മറിച്ച് ആ സ്ത്രീയുടെ ഭർത്താവിലേക്കാണ് ചേർത്തി പറയുക. അതുകൊണ്ട് ആ വ്യഭിചാരിയുടെ കുട്ടിയായിട്ട് പരിഗണിക്കപ്പെടില്ല. ഇൻഹെറിറ്റൻസിൻ്റെ വിഷയത്തിലും പല വിഷയത്തിലും എന്തെയില്ല, ലീനേജിൻ്റെ വിഷയത്തിലൊന്നും പരിഗണിക്കപ്പെടില്ല. അതുകൊണ്ട് എന്താണ്, ഇവരുമായിട്ട് വിവാഹം പറ്റും എന്നാണ് പൊതുവെ വാദിക്കാറുള്ളത്. അതിനുവേണ്ടി കൊണ്ടുവരാറുള്ള ഹദീസ് ഇപ്പം എന്താണ്, സഹി ബുഖാരിയിലും സഹി മുസ്ലിമിലും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അതെന്താണ്, സെയ്ദ് ബിൻ അബി വക്കാസ് ആൻഡ് അബ്ദ് ബിൻ സമ ഡിസ്പ്യൂട്ടഡ് കൺസേണിങ് എ സ്ലേവ് ബിലോങ്ങിങ് ടു ജമാൻ്റെ ഒരു സ്ലേവ് ഉണ്ടായിരുന്നു. ആ സ്ലേവ് ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അതിലൂടെ ആ സ്ലേവിന് ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടി ആരിലേക്ക് ചേർത്തി പറയണം, ആരുടെ കുട്ടിയായിട്ട് പരിഗണിക്കണം എന്നൊരു ഡിസ്കഷൻ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കേസ് വരികയും ചെയ്ത സമയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുട്ടിയെ
എന്ത് ചെയ്യണം, ഈ പറയുന്ന ആ സ്ലേവിൻ്റെ ഉടമസ്ഥനിലേക്ക് ചേർത്തി പറയണം. ആ സ്ലേവുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ആ വ്യക്തിയിലേക്കല്ല ചേർത്തി പറയേണ്ടത്. അതിൻ്റെ പിതാവായിട്ട് ലീഗലി പരിഗണിക്കേണ്ടത് ആരെയാണ്? ആ സ്ലേവിൻ്റെ ഉടമസ്ഥനെ. അതായത് ലീഗലി അതിൻ്റെ ഇപ്പം ഭാര്യ ഭർത്താവാണ് എങ്കിൽ അവിടെ ഭാര്യ വ്യഭിചാരത്തിലൂടെ ഭാര്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി എന്താണ്, ഭർത്താവിൻ്റെ കുട്ടിയായിട്ടാണ് പരിഗണിക്കപ്പെടുക. ബയോളജിക്കൽ ഫാദറിലേക്കല്ല, മറിച്ച് ആ ഹസ്ബൻഡിലേക്കാണ്. അതായത് ആ വ്യഭിചാരം നടത്തുന്ന സ്ത്രീയുടെ ഹസ്ബൻഡിലേക്കാണ് ചാർത്തി പറയുക എന്നുള്ളത്. ഇത് ഇസ്ലാമിക നിയമം മാത്രം, ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് നിയമം. ഇന്ത്യയിലും കുട്ടിയെ എന്താണ്, ഇന്ത്യയിലും ആലോചിക്കുക, ഇന്ത്യയിലും നിയമമുണ്ട് എന്ത്, നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിലും നിയമമുണ്ട്. ഇന്ത്യയിലും ലീഗലായിട്ട് ആരെയാണ് കാണുന്നത്? ലീഗൽ ഫാദർ ആയിട്ട് കാണുന്നത് സ്ത്രീയുടെ ഭർത്താവിനെയാണ്, ബയോളജിക്കൽ ഫാദറിനെ അല്ല. അപ്പം ഇത് രണ്ടും കൂട്ടി വെച്ചാൽ നമുക്ക് ഇന്ത്യൻ നിയമപ്രകാരം മക്കളെ കല്യാണം കഴിക്കാതെ കിട്ടുമോ? ആരിഫിന്റെ ലോജിക് പ്രകാരം കിട്ടും. അപ്പോൾ അത് കിട്ടില്ല എന്നുള്ളതാണ്. കാരണം കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിത് ഈ ഒരു ഹദീസ് ഞാനൊന്ന് സിമ്പിളാക്കി വിശദീകരിക്കാൻ ശ്രമിക്കാം. സപ്പോസ് ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്. ആ സ്ത്രീ എന്ത് ചെയ്തു, മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ മറ്റൊരു പുരുഷനിൽ നിന്ന് കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരവും ഇസ്ലാമിക നിയമപ്രകാരവും ആ ഭർത്താവിൻ്റെ മകനായിട്ടാണ് ലീഗലി ആ കുട്ടിയെ പരിഗണിക്കാം. ഓക്കെ, അതായത് അതായത് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ബയോളജിക്കൽ ഫാദർ അവിടെ ഉണ്ട്. പക്ഷേ ആ ബയോളജിക്കൽ ഫാദറിൻ്റെ മകനായിട്ടല്ല നിയമം പരിഗണിക്കുക, മറിച്ച് ഈ ഭാര്യയുമായി മാരേജ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആ പുരുഷൻ്റെ മകനായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പം ഇയാളെ നമുക്ക് ലീഗൽ ഫാദർ എന്ന് വിളിക്കാം, മറ്റേതിനെ ബയോളജിക്കൽ ഫാദർ എന്ന് വിളിക്കാം. ഇനി സപ്പോസ് ഈ ബയോളജിക്കൽ ഫാദർ, ഈ ലീഗൽ ഫാദറിന് ഒരു രണ്ടാമതൊരു ഭാര്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ രണ്ടാമത്തെ ഭാര്യയിൽ ഇയാൾക്കൊരു മകളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടാമത്തെ ഭാര്യയിൽ ഒരു മകളുണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് എങ്കിൽ ഈ പെൺകുട്ടിയും ഈ മകനും ലീഗലി ബ്രദേഴ്സാണ്. അപ്പോൾ ഈ പെൺകുട്ടിയും ഈ പറയുന്ന ആൺകുട്ടിയും എന്തായിരിക്കും, ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരിക്കും. ലീഗലി ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരിക്കും. കാരണം ഈ വ്യഭിചാരത്തിലുണ്ടായ ആ കുട്ടി ഇവിടെ ലീഗൽ ഫാദർ ആരാണ്? ഈ പറയുന്ന ലീഗൽ ഫാദറാണ്. ഈ ലീഗൽ ഫാദറിന് മറ്റൊരു ഭാര്യയിലുണ്ടായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇവർ ലീഗലി ബ്രദേഴ്സ് ആയിരിക്കും. അതായത് ആ പെൺകുട്ടിയുടെ ലീഗൽ ആൻഡ് ബയോളജിക്കൽ ഫാദർ ഇദ്ദേഹമാണ്. ഈ ആൺകുട്ടിയുടെ ലീഗൽ ഫാദർ മാത്രമാണ് ഇദ്ദേഹം, ബയോളജിക്കൽ ഫാദർ അല്ല. ബയോളജിക്കൽ ഫാദർ വേറെ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവർ ലീഗലി ബ്രദേഴ്സ് ആയിരിക്കും. അപ്പം എന്നാൽ ബയോളജിക്കലി ഇവർ ബ്രദേഴ്സ് ആണോ? അല്ല. കാരണം എന്താണ്, ഇവർക്ക് കോമൺ ഫാദർ ഉണ്ടോ? ഇല്ല. കാരണം ഇയാളുടെ ഈ ആൺകുട്ടിയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ആ വ്യഭിചരിച്ച പുരുഷനാണ്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ ലീഗൽ ഫാദർ ആണ്. ഇപ്പൊ ഫാദർ ഡിഫറെന്റ് ആണ്. ഇനി മദർ സെയിം ആണോ? മദറും സെയിം അല്ല. കാരണം ഈ വ്യഭിചരിച്ച സ്ത്രീയാണ് ഈ ആൺകുട്ടിയുടെ മദർ. എന്നാൽ ഈ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ മദർ. അപ്പൊ ഇവർക്ക് കോമൺ ആയിട്ട് എന്തില്ല, മദറും ഇല്ല, കോമൺ ആയിട്ട് ഫാദറും ഇല്ല ബയോളജിക്കലി. എന്നാൽ ലീഗലി ഇവരെന്താണ്, ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ലീഗൽ ഫാദർ ആണ്. ഈ ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഇവിടെ ഈ പറയുന്ന പെൺകുട്ടി, അത് സൗദാർ അള്ളാൻഹുവിൻ്റെ ലീഗൽ ബ്രദർ, ഇവർ രണ്ടുപേരും എന്താണ്, ലീഗലി ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ലീഗൽ സിബ്ലിങ്സ് ആണ്. അവർക്ക് ഇൻഹെറിറ്റൻസിൻ്റെ വിഷയത്തിലാണെങ്കിലും മറ്റു നിയമ സംവിധാനങ്ങളുടെ വിഷയത്തിലാണെങ്കിലും അവർ ലീഗലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. എന്നാൽ മഹ്റമിൻ്റെ വിഷയം, മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹം നിഷിദ്ധമായിട്ടുള്ള ആളുകൾ, മഹ്റമിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഹിജാബിൻ്റെ നിയമങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ പരിഗണിക്കുന്നത് ലീഗാലിറ്റി അല്ല, മറിച്ച് അവർ ബയോളജിക്കലി ബ്രദേഴ്സ് ആണോ സിസ്റ്റേഴ്സ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈവൻ തോ അവർ ലീഗലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് എങ്കിൽ പോലും അവർ ബയോളജിക്കലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലാത്തത് കൊണ്ട് ഹിജാബ് ധരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹിജാബിൻ്റെ വിഷയത്തിലും മഹ്റമിൻ്റെ വിഷയത്തിലുമൊക്കെ ലീഗൽ സ്റ്റാറ്റസ് അല്ല നോക്കുന്നത്, ബയോളജിക്കൽ സ്റ്റാറ്റസ് ആണ് നോക്കുന്നത് എന്ന് ഈ പറയുന്ന വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടി ആട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ബയോളജിക്കൽ ഫാദറിലേക്കല്ല, മറിച്ച് ഈ പറയുന്ന ലീഗൽ ഫാദറിലേക്കാണ് എന്ന് പറയുന്ന അതേ ഹദീസിൽ തന്നെ മഹ്റമിൻ്റെ വിഷയത്തിലും, അതായത് വിവാഹം നിഷിദ്ധമായ ആളുകളുടെ വിഷയത്തിലും, അതേപോലെ ഹിജാബ് എവിടെയൊക്കെ ധരിക്കണം എന്ന വിഷയത്തിലും ഒക്കെ തന്നെ
നമ്മൾ പാലിക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഫാക്ടറിൻ്റെ ബേസിസിലാണ്, ലീഗൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലല്ല എന്ന് വളരെ കൃത്യമായി ഹദീസ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അഡീഷണൽ പോയിന്റ് കൂടിയാണ് എന്നുള്ളത് മനസ്സിൽ. എഗെയിൻ ഇത് റിബ്യൂട്ടിംഗ് ഡിഫീറ്റർ ആട്ടോ, യജബാർ നോട്ട് ചെയ്യാം, ഇത് റിബ്യൂട്ടിംഗ് ഡിഫീറ്റർ ആണ്, ഇത് അണ്ടർകട്ടിംഗ് ഡിഫീറ്റർ അല്ല. അതായത് നിങ്ങളുടെ വാദം നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി സമർത്ഥിച്ചു, ഇവിടെ നിങ്ങളുടെ വാദം തെറ്റാണെന്നാണ് സമർത്ഥിക്കുന്നത്. അപ്പോൾ അണ്ടർകട്ടിംഗ് ഡിഫീറ്റർ മതി നിങ്ങളുടെ വാദം പൊളിഞ്ഞു പാളീസാവാൻ. ഇവിടെ നിങ്ങൾ റിബ്യൂട്ടിംഗ് ഡിഫീറ്റർ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിന് ഞങ്ങളോട് വേണമെങ്കിൽ നന്ദി പറയാവുന്നതാണ്. ഈ ഒരു ഹദീസിൽ തന്നെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കുകയാണ്, അതായത് കോൺട്രാക്റ്റും അതുപോലെ ബയോളജിയും തമ്മിൽ എങ്ങനെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു ഹദീസിൽ തന്നെ ഇന്ത്യൻ ലോ പ്രകാരവും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇന്ത്യൻ ലോയിലും നമ്മൾ കാണുന്നത് ഈ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ ലോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മകൾ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്, എന്നാൽ വ്യഭിചാരത്തിലുണ്ടായ ഒരാളെ മകളായിട്ട് കാണുന്നില്ല, എന്നാൽ ബയോളജിയുടെ ഫാക്ടറിൽ അവിടെയും വിവാഹം നിഷിദ്ധമാണ്. ഇസ്ലാമിൽ അതേ സംഭവം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ മകളെ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം വളരെ കൃത്യമായിട്ട് 423 നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നാൽ മകളെയായി കാണുന്നില്ല, ഇത് ലീഗലിലൂടെയുണ്ടായ ആളെ മകളെയായിട്ടോ മകനായിട്ടോ ഒന്നും കാണുന്നില്ല. എന്നാൽ ഈ പറയുന്ന വിവാഹത്തിൻ്റെ നിയമങ്ങൾ വരുമ്പോൾ, മഹ്റമിൻ്റെ നിയമങ്ങൾ വരുമ്പോൾ, ഹിജാബിൻ്റെ നിയമങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ബയോളജിക്കൽ ഫാക്ടറാണ് പരിഗണിക്കുന്നത് എന്നത് ഈ ഹദീസ് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് എസൻസിൻ്റെ ഏതോ ഒരു വേദിയിൽ ഈ ചങ്ങാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. മാതാപിതാക്കളുമായി സഹോദരങ്ങളുമായി സെക്സ് ആകാം, യുക്തിവാദ സെമിനാറിൽ പ്രഭാഷകൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് വരും. ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, റിജക്റ്റഡ്. റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ റിജക്റ്റഡ് അല്ല. അതിനുമുമ്പ് പറയാനുള്ളത് പിന്നെ ഈ രക്തബന്ധമുള്ളവരോട് സെക്സ് ആവാമെന്ന് പറഞ്ഞ ഓരോരോ കൂട്ടർ ഇവർ മാത്രമാണ് ലോകത്ത്. ഔദ്യോഗികമായ ഒരു സംസ്ഥാന സമ്മേളനം വിളിച്ചു കെട്ടി മൈക്ക് കെട്ടി പൈസ കൊടുത്ത് സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ട് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്ത് ഇവർ മാത്രമാണ്, ആരിഫിൻ്റെ ഈ ടീം മാത്രമാണ് പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ലോകത്ത് ഇവർ മാത്രമാണ്. എന്നിട്ട് ആ ആരോപണം നമുക്കെതിരെ ഉന്നയിച്ചിട്ട് തെളിവ് ചോദിച്ചപ്പോൾ ഇവിടെ ഒന്ന് പെട്ടിയും തുറന്നിട്ട് റിജക്റ്റഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ എപ്പോഴാണ് റിജക്ട് ചെയ്തെന്നൊരു ചോദ്യം ചോദിക്കുന്നത്. കാരണം ഇത് സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത് പറയുന്നത്. അന്ന് നടന്ന സമയത്ത് സദസ്സ് നിറയെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും വിമർശിച്ചോ, അതിന് യൂട്യൂബിൽ ശേഷം അപ്ലോഡ് ചെയ്ത് കുറെ മാസങ്ങളോളം അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴും അത് ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിനുശേഷം നമ്മൾ വിശ്വാസികൾ ഇതിനെ വിമർശിച്ച് തുടങ്ങി, ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ റീക്രിയേഷന് പിന്നെ എന്താണ് എന്ത് സെക്സ് അല്ല അതന്നെ റീക്രിയേഷൻ സെക്സ് ആണ് ഉദ്ദേശിച്ചത്, പ്രൊക്രിയേഷൻ അല്ല റീക്രിയേഷൻ ഉദ്ദേശിച്ചത് ന്യായീകരണം മെഴുകാൻ തുടങ്ങി. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടി സംശയമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ, മൈനോറിറ്റി ഒപ്പീനിയൻ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇവരുടെ വിഷയത്തിൽ അങ്ങനെയൊന്നുമില്ല. ആരും അത് വ്യഭിചാരത്തിലൂടെ ആവണമെന്നില്ല, മാതാവാവണമെന്നില്ല, പിതാവാവണമെന്നില്ല, ഇറ്റ് ഡസന്റ് മാറ്റർ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തിങ്ക് അബൌട്ട് ഇറ്റ്. കേരളത്തിൽ അതായത് മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന വിഷയത്തിൽ ഡിബേറ്റ് നടന്നിട്ടുണ്ട്. ഇവന്മാരുടെ ഡിബേറ്റ് നടന്നിട്ടുണ്ട്, ക്ലബ് ഹൗസിൽ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഈ പറയുന്ന ഇത് തുറന്നു വെച്ചിട്ട് എന്താണ് നല്ലോണം പുരോഗമിച്ച യുക്തിവാദികളാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു വശത്ത് കുറച്ച് പുരോഗമിച്ച യുക്തിവാദികൾ കുറച്ച് സമയത്ത് എന്താണ് അല്പം മതത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് ധാർമ്മിക മൂല്യങ്ങൾ എവിടെയൊക്കെയോ ബാക്കിയുള്ള ചില യുക്തിവാദികളും തമ്മിൽ എന്താണ് ഇവർ പറയും, എന്താണ് ഇത് തെറ്റാണ് എന്ന് പറയാൻ എന്താ കാരണം? അപ്പോൾ ഇവർ എന്നാലും തെറ്റല്ലേ, മോശമല്ലേ, എനിക്ക് മറ്റവർക്കൊന്നും പറയാനില്ല, മറ്റവർക്ക് എന്ത് പറയാനോ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അവർ ഈ പറയുന്ന പ്രോക്രിയേഷൻ പറയും, കുട്ടികൾക്ക് പ്രശ്നം, അത് കുട്ടികളില്ലാണ്ടിരുന്നാൽ പോരെ, അത് സേഫ്റ്റി നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് ഇവരിന്നിട്ട് എന്ത് ചെയ്യും, ഇവരെ വിമർശിച്ചിട്ട് എന്താണ് കോളമാക്കുന്നത് നമ്മൾ കാണാൻ. ഇങ്ങനെ ഡിബേറ്റ് നടന്നിട്ടുണ്ട്, വിശ്വാസികൾക്കിടയിൽ ഇത്തരം ഡിബേറ്റുകൾ നടന്നിട്ടുണ്ടോ? ഇത് വളരെ കോമൺ ആണ്, വളരെ കോമൺ. ഇവരുടെ ടെലിഗ്രാം ചാനലുകളിലും അതേപോലെ ഇവരുടെ യൂട്യൂബ് ചാനലുകളിലും ഇവരുടെ ക്ലബ് ഹൗസ് ഡിസ്കഷനിലും ഒക്കെ ഇത്തരം ഇത് അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ വിഷയം, അവർക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, വിവാഹബന്ധം, ഈ വ്യഭിചാരത്തിലുള്ള കുട്ടി അതൊന്നുമില്ല, എന്തും ഏത് തരത്തിലുള്ള ഇൻസിസ്റ്റും അവർക്ക് കംപ്ലീറ്റ്ലി ഹലാലാണ്. ഇതില് അവിടെ അതിനാണ് ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് തെറ്റാവും? അതിനാണ് തിരിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തെറ്റാവും, ഞങ്ങൾക്ക് തെറ്റാന്ന് പറയാൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. കാരണം ഇവിടെ മൂപ്പര് അതങ്ങോട്ട് മറന്നു, ഈ ഓട്ടത്തിന്റെ ഇടയ്ക്കുള്ള തരത്തിൽ മറന്നു പോയതാണെന്ന് തോന്നുന്നത്. ഇവിടെ മൂപ്പര് എന്ത് ചെയ്തത്, നമ്മളെ സ്ട്രോമൻ അടിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ മനുപ്രസാദ് പറഞ്ഞിട്ടുണ്ടല്ലോ,
അതല്ല മോനെ നമ്മളെ അയിൻ പോയിന്റ്. നിങ്ങളത് തെറ്റാണെന്ന് പറയാനുള്ളത് നിങ്ങളുടെ കാരണമാണ് ചോദിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് ആദ്യം സയൻസ് പറഞ്ഞത്. അത് പിടിച്ചപ്പോഴാണ് നിങ്ങൾ ഓടിയത്. അവിടെ 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 അദ്നാൻ റാഷിദ് മനുപ്രസാദിന് കോട്ട് ചെയ്തിട്ടില്ല. അദ്നാൻ റാഷിദ് ഇവിടെ വിശ്വാസികൾ നിങ്ങൾ ഈ നിരീശ്വരവാദികൾ ഇവിടെ സംവാദം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ വെബ്സൈറ്റുകൾ എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഇൻസെസ്റ്റ് റോങ് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ നിരീശ്വരവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കാണാൻ കഴിയും. വെറുതെ പറയുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുക്കുക, ഈ ഇൻസെസ്റ്റ് റോങ് എന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോറംസ് കാണാൻ പറ്റും. കോറ പോലത്തെ അതേപോലെ റെഡിറ്റ് പോലുള്ള ഫോറംസിൽ നിരീശ്വരവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് നിങ്ങൾക്ക് വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇവർ പറയണ വിചാരിച്ചു അത് ചില ലോക്കൽ ആൾക്കാരാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഫേമസ് ആയ യുക്തിവാദിയാണ് റിച്ചാർഡ് ഡോക്കിൻസ്, എവല്യൂഷണറി ബയോളജിസ്റ്റ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 2 സിസ്റ്റേഴ്സ് തമ്മിലുള്ള കല്യാണം, വിവാഹം കഴിച്ചാൽ അതിന്റെ ഒരു മോറൽ പെർസ്പെക്റ്റീവ്, അതിന് മൊറാലിറ്റി എന്താണെന്നുള്ള ചോദ്യം, അതിനൊന്ന് നമുക്ക് കണ്ടോക്കി നോക്കാം എന്തായാലും ഉത്തരം പറയണമെന്ന്. 2 sisters, they can't produce children which are disabled, they're in love, and they're not harming anyone. So my question is, apart from saying it's disgusting, weird, and therefore wrong, can you give one good reason as to why 2 people are in love and not harming people shouldn't be together? Just one good reason that's not it's disgusting, just like people said against homosexuals. Okay. Yeah, it's a very clever device to make it 2 sisters. I think that's brilliant. And I think that this beautifully points up the difference between absolutist morality, where you just say it's disgusting, the yuck factor, and utilitarian or consequentialist morality. I think you're absolutely right. I can see no reason at all why these 2 sisters shouldn't marry if they want to. So another great clip. I suppose if I think that stands. Yeah. That's going to be great on YouTube, Richard. അപ്പോൾ കൃത്യമായിട്ട് അതിൽ പറയുന്നത് അത് ഒരു മൊറലി റോങ് ആണെന്ന് പറയാൻ പറ്റൂല എന്നാണ്. ഇനി അതുപോലെ തന്നെ ലോറൻസ് ക്രോസ് അദ്ദേഹം സംതിങ് ഫ്രം നത്തിങ് എന്നുള്ള ഒരു യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്ന പുസ്തകത്തിൽ അവതരാണ് അദ്ദേഹം. ഇൻസെസ്റ്റ് തെറ്റല്ലാന്ന് അതെ, ഹംസ സോൾസിസ് ഇദ്ദേഹത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇത് പറഞ്ഞ ഒരു വളരെ ഫേമസ് ആയ ഒരു ക്ലിപ്പ് ഉണ്ട്. അതിൽ അദ്ദേഹം എന്താ പറഞ്ഞത്, അത് ഇറ്റ്സ് നോട്ട് റോങ് ഫോർ മീ. അദ്ദേഹം അത് തെറ്റല്ല എന്നാണ് കൃത്യമായിട്ട് അതിലും പറയുന്നത്. What common sense tells you that homosexuality is wrong, except some self-proclaimed prophet telling you with no evidence? Let me ask Professor Krauss a question. Why is incest wrong? It's not clear to me that it's wrong. There's never been. Most societies have a taboo on incest, and it's an empirical one. Generally, incest produces genetic defects. Yes. Okay? But if you ask me a priori, the question, if a brother and a sister loved each other and used contraception, is there something absolutely morally wrong about that? And they went off and it didn't affect anything else? I'd have to think about it, because I don't think there's any absolute condemnation of that fact. Would I recommend it? No. Would I be willing to listen to those arguments if they were rational? അപ്പോൾ ഇവർ ഇത്രയും തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ, ഇത്രയും വലിയ ഇവർ ഭയങ്കര പൊക്കി പിടിച്ച ആൾക്കാർ പോലും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് കൃത്യമാണ്. ഒരു മനുപ്രസാദിന്റെ വിഷയമല്ല. അദ്ദേഹം പീറ്റർ സിംഗർ എന്ന നോർവീജിയൻ ഫിലോസഫർ, അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഉണ്ട്, ഷുഡ് അഡൾട്ട് സിബ്ലിംഗ് ഇൻസെസ്റ്റ് ബി എ ക്രൈം. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിൽ കൃത്യമായി അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കുന്നത് അത് മോറലി റോങ് ആണെന്ന് പറയാൻ പറ്റൂല എന്നാണ്. ഇതൊക്കെ ഇവരൊക്കെ ഇത്ര ഫേമസ് ആയ ആൾക്കാരും ഇത്ര വലിയ ഫിലോസഫേഴ്സും ഇത്ര വലിയ യുക്തിവാദികളും ഒക്കെ ഇത് പറഞ്ഞതാണ്. ഒരു മനുപ്രസാദിന്റെ കേസ് മാത്രമല്ല എന്നാണ്. റിജക്ട് ചെയ്താൽ ഇവിടെ നിൽക്കൂല എന്നർത്ഥം. ആരിഫ് റിജക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ നിൽക്കൂല. മാത്രമല്ല അതിനാണ് ചോദിച്ച നമുക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്, ആരിഫിന് വളർന്നു വരുന്ന കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാം. ഇനിയെങ്കിലും പറ, എന്തുകൊണ്ട് തെറ്റാകും? ആരിഫ് പറയട്ടെ, എന്തുകൊണ്ട് തെറ്റാകും? ഇവിടെ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഞങ്ങൾ പറയും ഞങ്ങളുടെ വാദം അതല്ല, ഇതൊക്കെ എന്താ അഡീഷണൽ പോയിന്റ്സ് മാത്രമാണ്. ഇതൊക്കെ എന്താണ് സൈഡ് പോയിന്റ്സ് മാത്രമാണ്. റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞു, അല്ലെങ്കിൽ ലോറൻസ് ക്രോസ് പറഞ്ഞു, മനുപ്രസാദ് പറഞ്ഞു എന്നൊക്കെയുള്ളത്. അതേപോലെ തന്നെ ഇത് ന്യായീകരിക്കുന്ന അക്കാഡമിക് ഫിലോസഫേഴ്സ് എടുത്ത് നോക്കിയാൽ അവരൊക്കെ ഏത്തിസ്റ്റുകളാണ്. അവരൊക്കെ ഏത്തിസ്റ്റുകളാണ് എന്നുള്ളതൊക്കെ തന്നെ അഡീഷണൽ പോയിന്റ്സ് ആണ്. ഞങ്ങളുടെ മെയിൻ പോയിന്റ് അതല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയുന്നു, അതിന് നിങ്ങളുടെ കാരണം എന്താണ്? നിങ്ങൾക്ക് കാരണമില്ല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അതാണ് അദ്നാൻ റാഷിദ് ചോദിച്ചത്. അതിനാണ് ഉത്തരം പറയാൻ പറ്റാതെ നിങ്ങൾ നാണം കെട്ട് ഓടേണ്ടി വന്നത്. ഓക്കെ, അതുകൊണ്ട് മനുപ്രസാദ് എന്നൊരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇതിന്? ഇൻസെസ്റ്റ് എന്തുകൊണ്ട് തെറ്റാവുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. അതെ, അല്ല സയൻസിൽ ഉത്തരം ഉണ്ട് എന്ന് പറയാൻ ആരിഫൊന്നും സയൻസ് പഠിച്ചില്ല കേട്ടോ. അവൻ്റെ ഭാഷ പറഞ്ഞ സ്യൂഡോ സയൻസ് പഠിച്ച ഒരാളാണ്. അവന് സയൻസ് ഒട്ടും അറിയില്ല, മതം തീരെ അറിയില്ല, സയൻസും അറിയില്ല. അപ്പോൾ പിന്നെ സയൻറ്റിഫിക്കൽ ഉത്തരം ആരിഫിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ട. ചോദിച്ചാൽ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സയൻസ് ഉത്തരം പറയുമെങ്കിൽ അത് തന്നെ കോൺട്രസെപ്റ്റീവ് ഉപയോഗിച്ചാൽ പോരെ, അതിനൊന്നും മറുപടി ഇല്ല.
അവിടെ ബബ്ബ അടിക്ക് പോകണ്ടായി. ഇത് ഇ എ ജബ്ബാറിനും പറയട്ടോ എന്തുകൊണ്ടാണ് ഇൻസെസ്റ്റ് നിരീശ്വരവാദ ലോക വീക്ഷണത്തിൽ തെറ്റാകുന്നത് എന്ന് രവിചന്ദ്രനും പറയാം, അതേപോലെ ഇ എ ജബ്ബാറിനും പറയാം, ആർക്കും വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഈ എല്ലാ ആളുകളും ജസ്റ്റ് ഇൻഡിവിജ്വൽസ് മാത്രമാണെന്ന് പറയുന്ന ആൾക്കാർ, കുടുംബമൊന്നും വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ, ഇവർക്ക് എങ്ങനെയാണ് ഈ അമ്മ പെങ്ങൾ ഇതിലൊക്കെ ഉള്ളൊരു എന്താണ് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ളൊരു ചോദ്യം. പിന്നെ ഇതൊക്കെ മനുഷ്യ സഹജമായിട്ട് ഉള്ള കാര്യമല്ലേ എന്നൊന്നും ചോദിച്ച് വെറുതെ ക്ലീശേ ഡയലോഗ് അടിക്കേണ്ട കാര്യമല്ല, വെറുതെ ക്ലീശേ ഡയലോഗ് അടിക്കേണ്ടതില്ല. കാരണം അതിന് നമ്മൾ ഓൾറെഡി കൃത്യമായി എവല്യൂഷണറി ഡിബങ്കിങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എവല്യൂഷണറി ഡിബങ്കിങ് ആർഗ്യുമെന്റ് അഗേൻസ്റ്റ് മോറൽ റിയലിസം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം, അതൊക്കെ ഒന്ന് കണ്ടുവരിക. കാരണം ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന മനുഷ്യ സഹജമായിട്ട് അവനുണ്ടാകുന്ന ഈ ധാർമ്മിക മൂല്യങ്ങൾ യഥാർത്ഥ ധാർമ്മിക മൂല്യങ്ങളുമായി യാതൊരു രീതിയിലും ബന്ധപ്പെടണമെന്നില്ല. കാരണം അവൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ സർവൈവലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്നതാണ്, അല്ലാതെ ട്രൂത്ത് സത്യം കണ്ടെത്താൻ ഉണ്ടാവുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യന് ഇത്തരം സഹജമായിട്ടുള്ള വികാരങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് നന്മയാണ്, അതുകൊണ്ട് ദൈവം തരുന്നു എന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നന്മയായതുകൊണ്ടല്ല നിങ്ങൾക്കത് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു അലക്സ് റോസൻബർഗ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ നിങ്ങൾക്ക് ഇത്തരം മോറൽ ഇൻഡ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണോ അത് ധാർമ്മികമാവുന്നത്, ധാർമ്മികമായത് കൊണ്ടാണോ മോറൽ ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത്. എഗെയിൻ ശ്രദ്ധിക്കുക, യജബാർ ശ്രദ്ധിക്കുക, അതേപോലെ ആരിഫ് ശ്രദ്ധിക്കുക. അലക്സ് റോസൻബർഗ് പറഞ്ഞത് കൊണ്ടല്ല നമ്മളിത് കോട്ട് ചെയ്യുന്നത്. അലക്സ് റോസൻബർഗ് എന്താണ് പറഞ്ഞത് നമ്മൾ കോട്ട് ചെയ്യുന്നത്? അലക്സ് റോസൻബർഗിൻ്റെ ആർഗ്യുമെൻ്റാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. നിരീശ്വരവാദിയായിട്ടുള്ള അലക്സ് റോസൻബർഗ് പറഞ്ഞു അതുകൊണ്ട് ആരിഫ് അംഗീകരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാദമാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. ആ വാദത്തെയാണ് നിങ്ങൾ ഖണ്ഡിക്കേണ്ടത്. അല്ലാതെ അലക്സ് റോസൻബർഗ് ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ ആ വാദം അവിടെ നിലനിൽക്കും. അതിനാണ് മറുപടി വരേണ്ടത്. അത് നിരീശ്വരവാദികൾ മറുപടി പറയേണ്ടത് ഒരു കാര്യം നന്മയായതുകൊണ്ടാണോ, ഒരു കാര്യം ധാർമ്മികമായ നന്മയായതുകൊണ്ടാണോ നമുക്ക് അത്തരം മോറൽ ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നത്, അതല്ല അത്തരം മോറൽ ഇൻഡ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണോ ഒരു കാര്യം നന്മയാവുന്നത്. മോറൽ ഇൻഡ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു കാര്യം നന്മയാകുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആർബിട്രറി ആണത്. അത് തികച്ചും ആർബിട്രറി ആണ്. കാരണം നമുക്ക് എന്ത് മോറൽ ഇൻഡ്യൂഷൻസ് ഉണ്ട്, നമ്മൾ മറ്റൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം പല ജീവജാലങ്ങളിലേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പല ജീവജാലങ്ങളിലും റേപ്പ് കോമൺ ആകുന്ന ജീവജാലങ്ങളുണ്ട്. അത്തരം രീതിയിൽ അത്തരം എവല്യൂഷണറി ട്രജക്ടറികളോടായിരുന്നു നമ്മൾ വരുന്നതെങ്കിൽ സ്വാഭാവികമായും റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഓക്കെ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ വരിക. അതുകൊണ്ട് തന്നെ അത് പറയാൻ സാധിക്കില്ല. അത് നമുക്ക് ഈ മോറൽ ഇൻഡ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു കാര്യം നന്മയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മാത്രമല്ല പല ഇപ്പോൾ കൾച്ചറൽ ബയാസസ് കാരണവും പല റേസിസ്റ്റ് കൾച്ചറിലൊക്കെ നമുക്ക് റേസിസം ശരിയാണെന്നുള്ളൊരു മോറൽ ഇൻഡ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ റേസിസം ശരിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ഇങ്ങനൊരു മോറൽ ഇൻഡ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണ് അത് ശരിയാവുന്നത് എങ്കിൽ എല്ലാ മോറൽ ഇൻഡ്യൂഷൻസും എപ്പോഴും ശരിയാവണം. അങ്ങനെയാണെങ്കിൽ റേസിസം ഉള്ള മോറൽ ഇൻഡ്യൂഷൻസ് ഉള്ള സൊസൈറ്റിയിൽ റേസിസം ശരിയാണ്ടി വരും. അത് നടക്കില്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, ഇതൊക്കെ ധാർമ്മികമായതുകൊണ്ടാണ് നമുക്ക് അത്തരം മോറൽ ഇൻഡ്യൂഷൻസ് ഉള്ളത്. അതൊരു നിരീശ്വരവാദിക്ക് പറയാൻ സാധിക്കില്ല. വിശ്വാസിക്ക് അത് ആ ഓപ്ഷൻ വിശ്വാസിക്ക് എടുക്കാൻ പറ്റും, നിരീശ്വരവാദിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു കാര്യം ധാർമ്മികമാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇവൻ്റെ തലച്ചോറിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം സഹജമായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കട്ടെ എന്ന് നിരീശ്വരവാദിക്ക് പറയാൻ സാധിക്കില്ല. അതങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല അവരെ സംബന്ധിച്ച്. അതെ, ഇതൊക്കെ ധാർമ്മികമാണ്, അപ്പോൾ ഈ ധാർമ്മികമായ കാര്യങ്ങൾ ഉള്ള രീതിയിൽ അവൻ ഇവോൾവ് ചെയ്ത് വരട്ടെ എന്ന് എവല്യൂഷൻ വിചാരിക്കുന്നില്ല. എവല്യൂഷൻ എന്താണോ സർവൈവലിന് ആവശ്യം ആ രീതിയിലാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ധാർമ്മികമായതുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ ധാർമ്മികമായതുകൊണ്ടാണ് നമുക്ക് അത്തരം ഒരു ഇൻഡ്യൂഷൻസ് ഉണ്ടാവുന്നത് എന്ന് ഓപ്ഷൻ എടുക്കാൻ നിരീശ്വരവാദിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാര്യവും നന്മയാണെന്നോ തിന്മയാണെന്നോ പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇൻസെസ്റ്റ് സാധിക്കില്ല. ഇൻസെസ്റ്റ് എന്നല്ല, ഒരു കാര്യവും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒടുവിൽ ആരിഫ് പെട്ടി തുറന്നപ്പോൾ ആയത്ത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു, ആയത്തൊന്നും കിട്ടിയിട്ടില്ല. തഫ്സീർ ഉണ്ടോ നോക്കി, തഫ്സീറും ഇല്ല. അങ്ങനെ കുറേ വ്യാഖ്യാന കസർത്തുകളും വ്യാഖ്യാനിച്ചൊപ്പിക്കാനും പിന്നെ വെള്ളം പൂശാനും പെയിൻ്റ് അടിക്കാനൊക്കെ കുറേ നോക്കി, അതെല്ലാം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം ആരിഫ് മനസ്സിലായി എന്തായാലും ഇത് കിട്ടൂലെന്ന് കണ്ടപ്പം പുള്ളി അടുത്ത നമ്പർ ഇട്ടു, ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട്. മാപ്പ് ഭയങ്കര തൊലിക്കട്ടിയാണ്. കാരണം അവൻ അണികളെടുത്ത് പിടിച്ചേക്കാൻ ഒരു മാപ്പൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ ഇതുകൊണ്ടൊന്നും ഇവിടെ തീരാൻ പോകണില്ല. നമുക്ക് കാണാം, മറ്റു വിശദീകരണമായിട്ട് നുണയാൻ വീണ്ടും വീഡിയോസായിട്ട് വരും. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തായാലും ആരിഫിൻ്റെ ആ മാപ്പ് പിന്നെ ആയത്ത് കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് ആ മാപ്പ് അദ്ദേഹം പറയാൻ തയ്യാറായത്. എനിവേ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.